وانفعنا وانفعنا بما علمتنا رب زدنا علما. اللهم افتح بالخير واجعل عاقبة أمورنا خير. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم صل على محمد وعلى آل محمد وبارك وسلم عليه. اللهم صل على محمد وعلى آل محمد وبارك وسلم عليه. اللهم صل على محمد وعلى آل محمد وبارك وسلم عليه. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറയുന്നതും കേൾക്കുന്നതും ഒക്കെ നമ്മളിൽ നിന്ന് സാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. പറയുന്നതിലും കേൾക്കുന്നതിലും ഉപരിയായിട്ട് അമലിൽ കൊണ്ടുവരാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പറയുന്നതിൻ്റെ കൂട്ടത്തിൽ നബി എന്നൊരു ഭർത്താവ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി എന്ന കുടുംബനാഥൻ, വീട്ടിൻ്റെ അകത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ രീതിയിൽ കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അടുത്തറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. പ്രധാനമായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കൂടെ എങ്ങനെ വർത്തിച്ചു, എങ്ങനെ കഴിഞ്ഞു, അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ അതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അവസാനം നമ്മൾ നിർത്തിയത് നബിതങ്ങളുടെ ഭാര്യമാരുടെ കൂട്ടത്തിൽ ബാക്കി ആർക്കും ഇല്ലാതിരുന്ന, ആയിഷ ബീവിക്ക് മാത്രം പ്രത്യേകമായി ഉണ്ടായിരുന്ന കുറച്ച് പ്രത്യേകതകൾ പറഞ്ഞിട്ടാണ് നമ്മൾ നിർത്തിയത്. 9 എണ്ണം ഉണ്ട് എന്ന് പറഞ്ഞു. 9 എണ്ണം ഞാൻ റെഡിയാക്കിയതാണ്, അതിലും കൂടുതലുണ്ടാവാം. അതിൽ 3ഓളം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. അതിന് മുമ്പ് വെറും 12 ദിർഹം മാത്രം വില വരുന്ന ഒരു സാധാരണ മാല, അത് ഇസ്ലാമിക ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട്. സാധാരണ മാല. അതിനുള്ള കാരണം, ആ മാല നഷ്ടപ്പെട്ടു പോയപ്പോൾ അതിനെ അന്വേഷിക്കാൻ വേണ്ടി ഒരു സൈന്യം മുഴുവൻ അതിൻ്റെ മുന്നോട്ടുള്ള സഞ്ചാരം നിർത്തിവെച്ചിട്ട് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്, ഒരു സാധാരണ മാല അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. എന്തായിരുന്നു ആ മാലയുടെ പ്രത്യേകത? ആ മാല ആ സൈന്യത്തിൻ്റെ നായകൻ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മാലയായിരുന്നു. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഞങ്ങളിങ്ങനെ ഒരു യാത്രയിൽ റസൂലുള്ളാഹിൻ്റെ കൂടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ മക്കയുടെയും മദീനയുടെ ഇടയിലുള്ള ബൈദ എന്ന സ്ഥലത്ത് വെച്ചപ്പോൾ എൻ്റെ മാല കാണാണ്ടായി. ഞാൻ നബിതങ്ങളുടെ അടുക്കൽ പോയി പരാതി പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി എന്താ ചെയ്തത്? അല്ലെങ്കിൽ തന്നെ സമയം ലേറ്റായി, ഇനി നിൻ്റെ മാലയും കൂടി അന്വേഷിച്ചിറങ്ങിയാൽ ഒരുപാട് നേരം വൈകും, വേണമെങ്കിൽ മദീനയിൽ എത്തിയിട്ട് 3ഓ 4ഓ ഞാൻ നിനക്ക് വാങ്ങിച്ചു തരാം, അത് ഇത്ര വലിയ കൂടിയ മാലയൊന്നും അല്ലല്ലോ എന്ന് പറയുകയായിരുന്നില്ല. മറിച്ചോ ഫഅഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലൽ ഇൽതിമാസിഹി, അതിനെ അന്വേഷിക്കാൻ വേണ്ടി റസൂലുള്ള യാത്ര നിർത്തിവെച്ച് അവിടെ ഇറങ്ങി. വഅഖാമന്നാസു മഅഹു, നബിതങ്ങളുടെ കൂടെ മുഴുവൻ സൈന്യവും അവരുടെ യാത്ര നിർത്തിവെച്ച് അവിടെ ഇറങ്ങി. ഒരു എൻറ്റയർ ആർമി ഒരു മാലയെ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് ഇറങ്ങുക. സുബ്ഹാനല്ലാഹ്, എന്താ സ്നേഹമല്ലേ, എന്താ കെയറിങ് അല്ലേ. നബിതങ്ങൾ ആയിഷ ബീവി കൊടുത്ത ഈ കെയറിങ്, ഈ സ്നേഹം, അത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിൻ്റെ ബറക്കത്തായിക്കൊണ്ട് അന്ന് ഉള്ള സഹാബാക്കൾക്കും അതുപോലെ തന്നെ ഖിയാമത്ത് നാൾ വരെ വരുന്ന മുഴുവൻ മുസ്ലിമീങ്ങൾക്കും, എനിക്കും നിങ്ങൾക്കുമൊക്കെ വലിയൊരു ആശ്വാസമാകുന്ന, സമാധാനമാകുന്ന, എളുപ്പമാകുന്ന ഒരു ഹുക്മ് പരിശുദ്ധ ഖുർആനിലൂടെ ഈ സംഭവത്തിൻ്റെ ബറക്കത്തായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി. എന്തായിരുന്നു അറിയോ സംഭവം? ഇവരിങ്ങനെ ഇറങ്ങിയ സ്ഥലം വെള്ളമില്ലാത്ത സ്ഥലമായിരുന്നു. നമസ്കരിക്കാൻ വേണ്ടി സമയമായി, സഹാബാക്കൾക്ക് ഒളു കൊടുക്കാനാണെങ്കിൽ കയ്യിൽ വെള്ളമില്ല. എല്ലാവരും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് പോയിട്ട് പരാതി പറഞ്ഞു. അലാ തറ മാ സനഅത് ആയിഷ, നിന്റെ മോള് ആയിഷ കാണിച്ച കാര്യം നീ കാണുന്നില്ല അബൂബക്കറെ? നബിയെയും അവിടുത്തെ സഹാബാക്കളെയും വെള്ളമില്ലാത്തൊരു സ്ഥലത്ത് പിടിച്ചു വെച്ചിരിക്കുകയാണ്, ഇനി എന്ത് ചെയ്യും? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് ദേഷ്യം വന്നു. ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയാം, അദ്ദേഹം എൻ്റെ ഉപ്പ എൻ്റെ അടുക്കലേക്ക് വന്നു. ആ സമയത്ത് റസൂലുള്ളാഹി എൻ്റെ മടിയിൽ തല വെച്ച് ഉറങ്ങുകയായിരുന്നു. ഫഖാല മാഷാ അല്ലാഹു അൻ യഖൂൽ, എന്നെ ഒരുപാട് ചീത്ത പറഞ്ഞു, പറയാനുള്ളതൊക്കെ പറഞ്ഞു. ഫജഅല യത്ഉനുനി ഫീ ഹാസ്റതി, എന്നിട്ട് എൻ്റെ ഇളിയിൽ, എൻ്റെ അരയിൽ ഇങ്ങനെ കുത്താൻ തുടങ്ങി, വേദനിപ്പിക്കാൻ തുടങ്ങി. എനിക്ക് നല്ല വേദന എടുത്തു, പക്ഷെ ഞാൻ അനങ്ങിയില്ല. കാരണം എൻ്റെ മടിയിൽ എൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങുന്നുണ്ട്. എനിക്ക് വേദനിച്ചെങ്കിലും, എനിക്ക് വേദന ഉണ്ടായെങ്കിലും ഞാൻ പൊളഞ്ഞില്ല, അനങ്ങിയില്ല. കാരണം എൻ്റെ ഹബീബിൻ്റെ ഉറക്കം മോശമാകുന്നത് എനിക്ക് തീരെ സഹിക്കൂല. ഞാൻ മിണ്ടാതെ കടിച്ചു പിടിച്ച് വേദന സഹിച്ചു വെച്ച് അങ്ങനെ ഇരുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കത്തിൽ നിന്ന് നെട്ടി
നബിതങ്ങൾക്കും ഒളു എടുക്കാൻ വെള്ളമില്ല. ആ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി, ഫതയമ്മമു സഈദൻ ത്വയ്യിബൻ ഫംസഹു ബിവുജൂഹിക്കും വഅയ്ദീക്കും. ഐഷ ബീവിയുടെ ഈ സംഭവം കാരണമായിട്ട് മുഴുവൻ മുസ്ലിമീങ്ങൾക്കും വലിയ ആശ്വാസമാകുന്ന, സമാധാനമാകുന്ന, എളുപ്പമാകുന്ന തയമ്മും എന്ന മസല ആ സംഭവത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങളുടെ മേൽ നിയമമാക്കി. എല്ലാവർക്കും ഭയങ്കര സന്തോഷം, സഹാബാക്കൾക്കും ഭയങ്കര എളുപ്പം. നമുക്ക് തന്നെ എത്ര സന്ദർഭത്തിൽ അത് ഉപകാരപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉസൈദ് ഇബ്നു ഹുലൈർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മാഹിയ ബി അവ്വലി ബറകതികും യാ അല അബൂബക്കർ. അബൂബക്കറിന്റെ കുടുംബമേ, നിങ്ങളെ കൊണ്ട് ഞങ്ങൾക്കുണ്ടാകുന്ന ആദ്യത്തെ ബറക്കത്തൊന്നും അല്ല ഇത്. ഇനി മുമ്പ് ഞങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് ഭയങ്കര ബറക്കത്തൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അവസാനം ആ മാല എവിടെ കിട്ടിയതറിയോ? ആ ഹദീസിന്റെ അവസാനത്തിൽ ഐഷ റളിയല്ലാഹു അൻഹ പറയാ, ഫബഅസ്നൽ ബഈറ അല്ലദീ കുന്തു അലൈഹി. അങ്ങനെ ഞങ്ങൾ യാത്ര പുറപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ സഞ്ചരിച്ചിരുന്ന ആ ഒട്ടകത്തെ എഴുന്നേൽപ്പിച്ചിട്ട് നിർത്തി നോക്കുമ്പം ഫൈദൽ ഇഖ്ദു തഹ്തഹു, മാലയുണ്ട് അതിൻ്റെ അടിയിൽ. അള്ളാഹു ഈ നിയമം ഇറക്കാൻ അവരെ കാരണക്കാരാക്കാൻ വേണ്ടി മാത്രം മാല കാണാതാക്കിയതുപോലെ ഉണ്ട്. സുബ്ഹാനല്ലാഹ്. അതാണ് ഉസൈദ് ഇബ്നു ഹുലൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബത്തിൻ്റെ ഐഷ ബീബി റളിയല്ലാഹു അൻഹയുടെ ബറക്കത്ത്. അപ്പോൾ ഈ ഐഷ ബീബി റളിയല്ലാഹു അൻഹയുടെ ബാക്കിയുള്ള ഭാര്യമാർക്കില്ലാത്ത പ്രത്യേകതകളാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 3 നമ്മൾ പറഞ്ഞു. ഒന്നാമത്തെ എന്താ? അവരെ മാത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കന്യകയായിട്ട് വിവാഹം കഴിച്ചത്. രണ്ടാമത്തേത് എന്താ? വിവാഹത്തിന് മുന്നേ 3 വട്ടം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സ്വപ്നം കണ്ടു. പിന്നൊരു കാര്യം നമ്മൾ എന്താ പറഞ്ഞു? നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും ഒരു ഭാര്യയുടെ കൂടെ പുതപ്പിൻ്റെ ഉള്ളിൽ കിടക്കുന്ന സമയത്ത് വഹി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഐഷ ബീബി റളിയല്ലാഹു അൻഹയുടെ കൂടെ കിടക്കുമ്പോൾ മാത്രമായിരുന്നു വഹി ഇറങ്ങുക. അതാരാ നമുക്ക് പറഞ്ഞു തന്നെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞ ഹദീസൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കേട്ടു. ഇനി 4ാമത്തെ പ്രത്യേകത, നബിതകൾ എല്ലാ ഭാര്യമാർക്കും ഒരു രാത്രിയായിരുന്നു വീതിച്ചു കൊടുത്തിരുന്നത്. ഒരു രാത്രി ഇവിടെ, ഒരു രാത്രി അവിടെ. പക്ഷേ ഒരു റൗണ്ടിൽ തന്നെ ഐഷ ബീബി റളിയല്ലാഹു അൻഹക്ക് 2 രാത്രി കിട്ടിയിരുന്നു. എന്താ കാരണം? അത് നബിതങ്ങൾ അനീതി കാണിച്ചതല്ല, മറിച്ച് സൗദ ബിൻത്ത് സമ്അ റളിയല്ലാഹു അൻഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ, അവരുടെ രാത്രി ഐഷ ബീബി റളിയല്ലാഹു അൻഹക്ക് കൊടുത്തു. അപ്പോൾ ഒറ്റ റൗണ്ടിൽ ഐഷ ബീവിയുടെ രാത്രിയിലും റസൂലുള്ളാഹിനെ കിട്ടും, സൗദ റളിയല്ലാഹു അൻഹയുടെ രാത്രിയും റസൂലുള്ളാഹിനെ കിട്ടും. അപ്പം ഒറ്റ റൗണ്ടിൽ 2 രാത്രി ഐഷ ബീബി റളിയല്ലാഹു അൻഹ കിട്ടിയിരുന്നു. വേറെ ഏത് ഭാര്യമാർക്കും അങ്ങനെ കിട്ടിയിരുന്നില്ല. സൗദ റളിയല്ലാഹു അൻഹ ഭയങ്കര ശ്രേഷ്ഠമായ സ്ത്രീയാണ്, വളരെ മഹത്വമുള്ള ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ്. അവരെക്കുറിച്ച് ഐഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, മാ റഅയ്തു ഇംറഅതൻ അഹബ്ബ ഇലയ്യ അൻ അകൂന ഫീ മിസ്ലാഖിഹാ മിൻ സൗദ ബിൻത്ത് സമ്അ. സ്ത്രീകളുടെ കൂട്ടത്തിൽ ഞാൻ ഏതെങ്കിലും ഒരു സ്ത്രീയെ പോലെ ആകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് സൗദ ബിൻത്ത് സമ്അ പോലെ മാത്രമാണ്. അവരെ പോലെ ആകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. കാരണം അത്രക്കും അധികം ഗുണങ്ങൾ ഉണ്ടായിരുന്ന, സിഫത്തുകൾ ഉണ്ടായിരുന്ന ഒരു സ്ത്രീയായിരുന്നു. അവരുടെ വിവാഹത്തെക്കുറിച്ചും സംഭവത്തെക്കുറിച്ചും നമ്മൾ പറഞ്ഞിട്ടില്ല. ശരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2ാമത് വിവാഹം കഴിക്കുന്ന മഹദിയാണ് സൗദ ബിൻത്ത് സമ്അ. നമ്മൾ അതിനുള്ള സാഹചര്യം പറഞ്ഞിരുന്നു. ഖദീജ ബീബിയുടെ വഫാത്തിന് ശേഷം ആ ദുഃഖത്തിൻ്റെ വർഷത്തിൽ ടെൻഷൻ അടിച്ചിരിക്കുന്ന റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ ഹൗല ബിൻതുൽ ഹക്കീം ചെന്നിട്ട്, നബിയെ ഒരു കല്യാണം കഴിച്ചുകൂടെ, അങ്ങനെ ടെൻഷനൊക്കെ ഒന്ന് കുറച്ചുകൂടെ എന്ന് അഭിപ്രായപ്പെട്ട് അവർ കൊണ്ടുവരുന്ന ആലോചനയാണ് സൗദ റളിയല്ലാഹു അൻഹയുടെ ആലോചന. അവരുടെ അഭിപ്രായ പ്രകാരം, മശൂറ പ്രകാരം റസൂലുള്ളാഹി സൗദ ബീവിയെ വിവാഹം അന്വേഷിക്കുന്നതും ആലോചിക്കുന്നതും പിന്നീട് കഴിക്കുന്നതൊക്കെ. പക്ഷെ എന്തിനായിരുന്നു റസൂലുള്ളാഹി സൗദ ബീവിയെ തന്നെ വിവാഹം ചെയ്തത്? സൗദ ബീവിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ സമയത്ത് അവർ വിധവയായിരുന്നു, ഭർത്താവ് മരിച്ച സ്ത്രീയായിരുന്നു. അതുപോലെ തന്നെ ആദ്യത്തെ ഭർത്താവിൽ നിന്ന് ഒരു കുട്ടിയുണ്ട് അവർക്ക്. മാത്രമല്ല അവരെക്കുറിച്ച് ഹദീസിൽ വരുന്നത് ലഹ്മത്തൻ സബീതത്തൻ എന്നാണ്. അവർ അത്യാവശ്യം ശരീരവണ്ണവും തടിയും ഒക്കെ ഉള്ള, നമ്മൾ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം മത്സരം നടത്തിയിരുന്നപ്പോൾ ആരുടെ കൈയായിരുന്നു അധികം വലിയ കൈയാകുക? നീളത്ത് നോക്കുമ്പോൾ സൗദ റളിയല്ലാഹുവിൻ്റെ കൈയായിരുന്നു. അപ്പോൾ അങ്ങനെ നീളവും വണ്ണവും ഒക്കെ ഉള്ള, സൗന്ദര്യത്തിൽ ഖദീജ ബീവിയെ വെച്ച് നോക്കുമ്പോൾ വളരെ പിന്നോട്ട് നിൽക്കുന്ന ഒരു സ്ത്രീയായിരുന്നു സൗദ റളിയല്ലാഹു അൻഹ. നബി തങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ ആ സമയത്ത് ആ നാട്ടിൽ ആരെ വേണമെങ്കിലും വിവാഹം കഴിക്കാം. അതിനുള്ള കഴിവും പ്രാപ്തിയും ശേഷിയും ഒക്കെ യോഗ്യതയും ഒക്കെ റസൂലുള്ളാഹിക്ക് ഉണ്ട്. പക്ഷേ പിന്നെ എന്തുകൊണ്ട് സൗദ ബീവിയെ തന്നെ റസൂലുള്ളാഹി വിവാഹം കഴിച്ചു? അതിനുള്ള കാരണം സൗദ റളിയല്ലാഹു അൻഹ പണ്ടേ ആദ്യകാലത്തെ ഇസ്ലാം സ്വീകരിച്ച സ്ത്രീയായിരുന്നു. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള സഹാബാക്കളെ പോലെ ആദ്യകാലത്ത് മക്കയിൽ ഒരുപാട് പീഡനങ്ങളും യാതനകളൊക്കെ അവർക്കും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ സ്വന്തം ജനിച്ച നാട് വിട്ടിട്ട് അബിസീനയിലേക്ക് 2ാമത്തെ ഹിജ്റ സഹാബാക്കൾ പോയ സമയത്ത് ഇവർക്കും സ്വന്തം നാട് വിട്ടിട്ട് പലായനം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ വേറൊരു നാട്ടിൽ കുറേ ത്യാഗം ചെയ്ത് കുറേ നാൾ താമസിച്ചു. അതിനുശേഷം തിരിച്ചു വന്നു.
തിരിച്ചു വന്ന പിന്നെയും ത്യാഗങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ആയിരുന്നു. പക്ഷേ ഈ ബുദ്ധിമുട്ടുകളുടെയും പ്രയാസങ്ങളുടെയൊക്കെ സമയത്ത് അവർക്ക് ഏറ്റവും വലിയ ആശ്വാസമായിരുന്നത് അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന സക്രാൻ ബിൻ അംർ എന്ന പേരുള്ള അവരുടെ ഭർത്താവായിരുന്നു. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞായിരുന്നു. സുഹൈൽ ബിൻ അംർ എന്ന് പറഞ്ഞ ഖുറൈശികളിൽപ്പെട്ട പ്രധാനിയായ വലിയ നേതാവായ ഖതീബ് ഖുറൈശികളുടെ ഖതീബ് എന്നറിയപ്പെടുന്ന, ഖുറൈശികളുടെ ശബ്ദം എന്നറിയപ്പെടുന്ന, മക്കം ഫതഹിന്റെ അന്ന് വളരെ പിന്തി മുസ്ലിമായ സുഹൈൽ ബിൻ അംർ എന്ന വലിയ നേതാവിന്റെ അനിയനാണ് സക്രാൻ ബിൻ അംർ. സുഹൈൽ ബിൻ അംർ മക്കം ഫതഹിന്റെ അന്ന് പിന്നെയാണ് ഇസ്ലാം മതം സ്വീകരിച്ചത്. പക്ഷേ ഈ സക്രാൻ ബിൻ അംർ ആദ്യകാലത്ത് തന്നെ തന്റെ ഭാര്യ സൗദ റളിയല്ലാഹു അൻഹയുടെ കൂടെ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ഈ പീഡനങ്ങളുടെയും യാതനകളുടെയും ഒക്കെ നടുവിൽ അവർക്ക് വലിയൊരു ആശ്വാസം തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഹസ്ബൻഡായിരുന്നു, ഭർത്താവായിരുന്നു. കൂടെ ഒരാളുണ്ടല്ലോ. അവരൊന്നിച്ചാണ് ഹിജ്റ ചെയ്തത്, ഒന്നിച്ചാണ് തിരിച്ചു വന്നത് ഒക്കെ ചെയ്തത്. പക്ഷേ ഈ ഹിജ്റ 10ാമത്തെ വർഷമൊക്കെ ആയ സമയത്ത് അവരുടെ ഭർത്താവ് പെട്ടെന്നൊരു രോഗം ബാധിച്ച് മരണപ്പെട്ടുപോയി. അപ്പോൾ ആ സമയത്ത് അവരെ സംബന്ധിച്ചിടത്തോളം നബി തങ്ങളെ പോലെ തന്നെ അവരും ഭയങ്കര ഡിപ്രഷനിലായി, ടെൻഷനിലായി, വേദനയിലായി, ബുദ്ധിമുട്ടിലായി, സഹിക്കാൻ കഴിയാത്ത വിഷമം, എന്നും ബേജാറ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രത്യേകത പരിശുദ്ധ ഖുർആനിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നിങ്ങളിലേക്ക് ഇതാ നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രവാചകൻ വന്നിട്ടുണ്ട്, റസൂൽ വന്നിട്ടുണ്ട്. എന്താ റസൂലിന്റെ പ്രത്യേകത? അസീസുൻ അലൈഹി മാ അനിത്തും. നിങ്ങൾ കഷ്ടപ്പെടുന്നത് തീരെ സഹിക്കാൻ കഴിയില്ല റസൂലിന് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ കഷ്ടപ്പെടുന്നത്, നിങ്ങൾ ബുദ്ധിമുട്ടുന്നത് വളരെ ദുസ്സഹമാണ് ആ വ്യക്തിക്ക്. ഹരീസുൻ അലൈക്കും, നിങ്ങളിൽ അത്യാഗ്രഹമുള്ളവനാണ്, നിങ്ങളൊന്ന് നന്നായി കാണണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നതാണ്. അത് റസൂലുള്ളാഹിന്റെ പ്രത്യേകതയായിരുന്നു. അപ്പൊ എന്തുകൊണ്ട് ഭർത്താവ് മരിച്ച ഒരു കുട്ടി ബാധ്യതയായിട്ടുള്ള സൗന്ദര്യത്തിൽ പിന്നോട്ട് നിന്നിരുന്ന സൗദാ ബീവിയെ തന്നെ റസൂലുള്ള വിവാഹം ചെയ്തു എന്നുള്ളതിന് ഉത്തരം ഈ ആയത്തിലുണ്ട്. റസൂലുള്ള ആ സമയത്ത് ടെൻഷൻ അടിച്ചിരിക്കുന്നതിൻ്റെ പേരിലാണ് അടുത്തൊരു വിവാഹം കഴിക്കുന്നതെങ്കിൽ പോലും റസൂലുള്ള ചിന്തിക്കുന്നത് എൻ്റെ വിവാഹം കഴിക്കലിലൂടെ ആ സൗദയുടെ വിഷമം കുറച്ച് കുറയുന്നുണ്ടെങ്കിൽ, ആ സൗദക്ക് കുറച്ച് ആശ്വാസമാകുന്നുണ്ടെങ്കിൽ, സൗദയുടെ മനസ്സിന് ഒരു സമാധാനവും ഒരു സഹായവും ആകുന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ എനിക്ക് പിന്നെ സൗദ മതി എന്ന് റസൂലുള്ള തീരുമാനിക്കുക. സൗദാ ബീവിക്ക് വേണ്ടിയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിവാഹം കഴിച്ചത്. നബി തങ്ങൾക്ക് സുഖം കിട്ടാനല്ല, സൗദാ ബീവിക്ക് ഒരു ആശ്വാസമാകാൻ, ഒരു തണലാകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ നബിതങ്ങളുടെ ഇങ്ങനെയുള്ള അധ്യാപനങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് പണ്ഡിതന്മാരെ നമുക്ക് പറയുന്നുണ്ട്, മാ ഉബിദല്ലാഹ ബി അഫ്ളല മിൻ ജബ്രിൽ ഖവാതിരി വൽ ഖുലൂബ്. അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യപ്പെട്ട ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒന്ന് ഇങ്ങനെ പൊട്ടിക്കിടക്കുന്ന, വേദനിക്കുന്ന, നൊമ്പരപ്പെടുന്ന ഹൃദയങ്ങൾക്ക് സമാധാന മേഖല എന്നാണ്. അത് വലിയൊരു ഇബാദത്താണ്. നമ്മളെ കൊണ്ട്, നമ്മുടെ സാന്നിധ്യം കൊണ്ട്, നമ്മുടെ ചേർത്ത് പിടിക്കൽ കൊണ്ട്, നമ്മുടെ തലോടൽ കൊണ്ട്, നമ്മുടെ ഒരു പുഞ്ചിരി കൊണ്ട്, നമ്മുടെ ഒരു സംസാരം കൊണ്ട് ആരുടെങ്കിലും ഒരാളുടെ മനസ്സിൻ്റെ പൊട്ട് മാറുമെങ്കിലും, അയാളുടെ മനസ്സിൻ്റെ ദുഃഖം, നൊമ്പരം അത് മാറ്റാൻ നമ്മളെ കൊണ്ട് സാധിക്കുമെങ്കിൽ അതിനോളം വലിയ ഇബാദത്തില്ല എന്ന് ഈ ഹദീസും ഈ സംഭവങ്ങളൊക്കെ വെച്ച് മഹാന്മാരെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാ അവരെ വിവാഹം ചെയ്തെന്ന് ചോദിച്ചാൽ അവർക്കൊരു ആശ്വാസം. കാരണം ഇത്രയും കഷ്ടപ്പെട്ട പെണ്ണുങ്ങളല്ലേ, അവരും ഒരു ലോണിലെസ്, ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്ന സ്ത്രീയല്ലേ, അവർക്കൊരു ആശ്വാസം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹിച്ചത്. ഈ സൗദാ റളിയല്ലാഹു അൻഹാക്ക് വേറെ വലിയൊരു പ്രത്യേകത ഉണ്ട്. എന്താ അറിയോ? നബി തങ്ങളെ ഒറ്റക്ക് കിട്ടിയ രണ്ട് ഭാര്യമാർ, ഒന്ന് ഖദീജ ബീവിയും മറ്റൊന്ന് സൗദ റളിയല്ലാഹു അൻഹുമാ ജമീഅൻ, രണ്ടുപേരും മാത്രമായിരുന്നു. നബി തങ്ങൾ ഖദീജ ബീവി വിവാഹം കഴിച്ച സമയത്ത് വേറെ ഏതെങ്കിലും വിവാഹം കഴിച്ചിട്ടുണ്ടോ? ഇല്ല. ഖദീജ ബീവി വഫാത്തായ ഉടനെയാണ് സൗദ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കുന്നത്. നുബുവത്ത് കിട്ടിയതിന് ശേഷം 10ാമത്തെ വർഷം. ആ സമയത്ത് തന്നെ ഐഷ ബീവിയായിട്ടുള്ള വിവാഹം കഴിഞ്ഞെങ്കിൽ വീട് കൂടിയോ? ഇല്ല. പിന്നെ 3 വർഷം കഴിഞ്ഞിട്ട് മദീനയിലെത്തിയിട്ടാണ് നബി തങ്ങളുടെ ജീവിതത്തിലേക്ക് ഐഷ ബീവി വരുന്നത്. അപ്പൊ ഖദീജ ബീവി വഫാത്തായതിനു ശേഷം ഐഷ ബീവി വരുന്നത് വരെയുള്ളതിൻ്റെ ഇടയ്ക്കുള്ള 3 വർഷം നബി തങ്ങളുടെ ഭാര്യയായിട്ട് എത്ര ആളെ ഉണ്ടായിരുന്നുള്ളൂ? ഒരേ ഒരാൾ. അപ്പൊ നബി തങ്ങളെ ഒറ്റക്ക് കിട്ടിയ 2 ഭാര്യമാരിൽ ഒരാൾ, ഒന്ന് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ആയിരുന്നു. ഐഷ ബീവിക്ക് പോലും ആ ഭാഗ്യം കിട്ടിയിട്ടില്ല. കാരണം ഐഷ ബീവി ഭാര്യയായിട്ട് വരുമ്പോൾ ഓൾറെഡി ആരുണ്ട്? സൗദ ഉണ്ട്. പിന്നീട് അങ്ങോട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുടെ എണ്ണം കൂടി വരികയായിരുന്നു. നബി തങ്ങളെ ഒറ്റക്ക് കിട്ടിയ 2 പേരിൽ ഒരാളായിരുന്നു സൗദ റളിയല്ലാഹു അൻഹ. അപ്പൊ നബി തങ്ങൾ ഈ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് ഒരു ആശ്വാസമാകാൻ വേണ്ടിയിട്ട്, ഖദീജ ബീവിയെ മറക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇവരെ വിവാഹം കഴിപ്പിക്കുന്ന ഖുല പോലുള്ളവർ. അപ്പൊ ഇത് മനസ്സിലാക്കിയിട്ട് സൗദ റളിയല്ലാഹു അൻഹ ഇടയ്ക്കിടയ്ക്ക് റസൂലുള്ളാഹിനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ ചിരിപ്പിക്കാൻ വേണ്ടിയൊക്കെ ശ്രമിക്കുമായിരുന്നു. തമാശകളൊക്കെ പറഞ്ഞ് ചിരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമായിരുന്നു. വകാന തുൽഹിഖുൽ അഹ്യാന ബിശൈ, പലതും പറഞ്ഞ് നബി തങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചിരിപ്പിക്കുമായിരുന്നു, സന്തോഷിപ്പിക്കുമായിരുന്നു. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു സംഭവം റിവായത്ത് ചെയ്യപ്പെടുന്നുണ്ട്. അവരെന്നെ പറയാ,
ഒരിക്കലും ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കൂടെ രാത്രി നബി തങ്ങൾ എപ്പോഴും എഴുന്നേറ്റ് നമസ്കരിക്കുമല്ലോ, അങ്ങനെ നമസ്കരിക്കുന്ന കണ്ടപ്പോൾ തഹജ്ജുദ് നിസ്കരിക്കുന്ന കണ്ടപ്പോൾ എനിക്കൊരു പൂതിയായിട്ട് ഞാനും പോയിട്ട് ബാക്കിൽ കൈകെട്ടി. റസൂലുള്ളാഹിന്റെ നിസ്കാരത്തിൻ്റെ രൂപവും ശൈലിയൊക്കെ നമുക്കറിയാലോ. നീട്ടി റസൂലുള്ളാഹി നിസ്കരിച്ച്, ഇവരല്ലെങ്കിൽ തന്നെ ശരീരവണ്ണമൊക്കെ ഉള്ള സ്ത്രീയാണ്, ഇവരും മുഴുവനായിട്ട് റസൂലുള്ളാഹിന്റെ പിന്നിൽ നിസ്കരിച്ചു. പിറ്റേന്ന് രാവിലെ റസൂലുള്ളാഹിന്റെ അടുത്ത് പറഞ്ഞു, രാവിലെ വന്നിട്ട് പറയും, സല്ലൈതു ഖൽഫകൽ ബാരിയ, അള്ളാഹുവിൻ്റെ റസൂലെ, ഇന്നലെ ഞാൻ അങ്ങയുടെ പിന്നിൽ വന്നിട്ട് അറിയാണ്ടൊന്ന് നിസ്കരിച്ചു പോയി, കൈകെട്ടിപ്പോയി. ഫറകഅത ബിഹി, അങ്ങ് എന്നെയും കൊണ്ടൊരു റുക്കൂ ചെയ്തു. സുബ്ഹാനല്ലാഹ്, ഹത്ത അംസക്തു ബി അൻഫി, അവസാനം ഞാൻ എൻ്റെ മൂക്കിങ്ങനെ കൂട്ടിപ്പിടിക്കായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞു. റസൂൽ ചോദിച്ചാൽ എന്തിനാ നീ മൂക്കിങ്ങനെ കൂട്ടിപ്പിടിച്ചത്? മഹാഫത്ത അൻ യഖ്തുറദ്ദം, ഇല്ലെങ്കിൽ എൻ്റെ മൂക്കിൽ നിന്ന് രക്തം ഒലിച്ച് താഴെ വീഴുമെന്ന് പോലും ഞാൻ ഭയപ്പെട്ടുപോയി. അമ്മാതിരി റുക്കൂ ആയിരുന്നു റസൂലുള്ള എന്നെയും കൊണ്ട് ചെയ്തത് എന്ന് പറഞ്ഞു. ഒരു പക്ഷേ മൂക്കിൽ നിന്ന് റുക്കുവിൽ കിടന്ന് മൂക്കിൽ നിന്ന് രക്തം വരുന്ന അവസ്ഥ വീഡിയോയിൽ യൂട്യൂബിൽ കാണുന്നവർക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല, പക്ഷെ എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. കാരണം ഒരു മാസം മുമ്പ് ഏകദേശം നമ്മൾ ഗ്രഹണ നമസ്കാരത്തിൽ നിസ്കരിച്ച് നമ്മുടെ ഇമാമ നമ്മളെയും കൊണ്ട് റുക്കു ചെയ്തപ്പോൾ നമ്മൾ ശരിക്കും അതിൻ്റെ ഇടങ്ങേറെ ശരിക്കും അനുഭവിച്ചിരുന്നു. അന്ന് നമ്മുടെ മൂക്കെന്ന് മാത്രമല്ല കണ്ണൊന്നും ചെവിയൊന്നും ഒക്കെ ചോരയിട്ട് വീഴുമെന്ന് നമ്മൾ ഭയപ്പെട്ടിരുന്നു അല്ലേ? നിങ്ങൾക്ക് അതിനുശേഷം പ്രസംഗിക്കേണ്ട ഉസ്താദായ ഞാൻ പോലും കഷ്ടപ്പെട്ടു. അപ്പോൾ പിന്നെ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? പക്ഷെ നമ്മളൊന്ന് ആലോചിക്കേണ്ടത്, വർഷത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കൽ അങ്ങനെ റുക്കുവ ചെയ്തപ്പം ആ റുക്കുവ ഇമാം അവറുകൾ കുറച്ച് നീട്ടിയപ്പം നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ ഡെയിലി അങ്ങനെ നിസ്കരിക്കുന്ന റസൂലുള്ളാഹിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. വലംതു സുന്നത മൻ അഹ്യ الظلام ഇലാ അനിഷ്തഖത് ഖദമാഹു الضر മിൻ വറമി. അല്ല, ഇമാം ബൂസരി റഹിമഹുല്ലാ പാടിയില്ലേ, ഞാൻ ആരുടെ സുന്നത്തിനോടാ ദുൽമ ചെയ്തത്? കാലിൽ നീര് കെട്ടുമാറ് തരത്തിൽ രാത്രിയിൽ നിന്ന് നമസ്കരിക്കുന്ന എൻ്റെ ഹബീബിൻ്റെ സുന്നത്തിനോടല്ലേ ഞാൻ ദുൽമ? അപ്പം ആ നീര് കെട്ടുമാറ് തരത്തിൽ എല്ലാ ദിവസവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സാധാരണ പതിവുകളിലൊന്നാണ്. അതുകൊണ്ടാണ് സൗദാ ബീവി പോയി നിന്ന രാത്രിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നീട്ടി നമസ്കരിച്ചത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഭാര്യ സൗദാ റളിയല്ലാഹു അൻഹ നബിയെ കാണാൻ വേണ്ടിയിട്ട് ഐഷ ബീവിയുടെ വീട്ടിലേക്ക് വന്നു. ഈ സംഭവം ഇമാം നസായി തൻ്റെ സുനനുൽ കുബ്ര എന്ന ഗ്രന്ഥത്തിൽ വളരെ ഹസനായ സനദോടുകൂടി പരമ്പരയോടുകൂടി ഉദ്ധരിക്കുന്നുണ്ട്. ഐഷ ബീവിയാണ് റിവായത്ത് ചെയ്യുന്നത്. അപ്പോൾ സൗദ എൻ്റെ വീട്ടിലേക്ക് വന്ന് എൻ്റെ അടുക്കൽ വന്നിരുന്നു. എൻ്റെയും സൗദയുടെയും നടുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഉണ്ടായിരുന്നു. അപ്പോൾ റസൂലുള്ളാഹി അവരുടെ നടുക്ക് ഇങ്ങനെ ചമ്രം പടഞ്ഞിരിക്കുകയായിരുന്നു. നബിതങ്ങളുടെ ഒരു കാല് ഫി ഹിജ്രി, ഐഷ ബീവി പറയാ, എൻ്റെ മടിയിലായിരുന്നു. നബിതങ്ങളുടെ മറ്റേ കാല് സൗദാ ബീവിയുടെ മടിയിലായിരുന്നു. അപ്പോൾ റസൂലുള്ളാഹി നടുക്കിരിക്കുന്നു, ഈ ഭാഗത്ത് ഐഷ റളിയല്ലാഹു അൻഹ ഇരിക്കുന്നു, ഈ ഭാഗത്ത് സൗദാ റളിയല്ലാഹു അൻഹ ഇരിക്കുന്നു. അപ്പോൾ ഞാൻ അന്ന് ഒരു പ്രത്യേക തരം ഭക്ഷണം ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ സൗദ വന്നപ്പോൾ ഞാൻ സൗദയോട് പറഞ്ഞു, കുലി, നിങ്ങളൊന്ന് തിന്നെന്ന് പറഞ്ഞു. ഫഅബത്, അവർ വിസമ്മതിച്ചു, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. നബിതങ്ങളുടെ മുന്നിൽ ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം കൊടുത്തപ്പോൾ അവർ വേണ്ടാന്ന് പറഞ്ഞപ്പം എനിക്ക് ദേഷ്യം വന്ന് ഞാൻ അവരോട് പറഞ്ഞു, കുലീന ഔല ഉൽത്തിഖന്ന വജ്ഹക്കി, നിങ്ങളിത് തിന്നുക തന്നെ വേണം, അതല്ലെങ്കിൽ ഇത് ഞാൻ നിങ്ങളുടെ മുഖത്ത് തേക്കു കേട്ടോ എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി അടുത്തുണ്ട്. അപ്പം ഫഅബത്, അവർക്കും വാശിയായി, അവർ വീണ്ടും വിസമ്മതിച്ചു, ഞാൻ ഇത് തിന്നൂല എന്ന് പറഞ്ഞു. എനിക്ക് ദേഷ്യം വന്നു. ഞാൻ ആ ഭക്ഷണം കുറച്ചെടുത്തിട്ട് ഇങ്ങനെ മുന്നോട്ടേക്ക് ആഞ്ഞ് ഇപ്പുറത്തിരിക്കുന്ന സൗദയുടെ മുഖത്തേക്ക് അതിങ്ങനെ തേച്ചു വെച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൽഹഖ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കണ്ട് ചിരിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് നബി എന്ത് ചെയ്തു എന്നറിയോ? സൗദയുടെ മടിയിൽ വെച്ചിരുന്ന ഈ കാല് പതുക്കെ ഇങ്ങനെ ഉയർത്തി, എന്നിട്ട് ഞാൻ ഓടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മേലെ വെച്ചിരുന്ന കാല് കുറച്ചിങ്ങനെ അമർത്തി, എന്നിട്ട് നബിതങ്ങൾ കുറച്ച് ബാക്കിലേക്ക് ഇങ്ങനെ മാറിയിട്ട് തിരിച്ച് അതേപോലെ സൗദക്ക് പ്രതികാരമെടുക്കാൻ വേണ്ടി തിരിച്ച് ചെയ്യാൻ വേണ്ടി അവസരം ഉണ്ടാക്കി കൊടുത്തു. സുബ്ഹാനല്ലാഹ്, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് മനസ്സിലാക്കിയിട്ട് സൗദ മുന്നോട്ടേക്ക് ആഞ്ഞ് എൻ്റെ പാത്രത്തിൽ നിന്ന് ആ ഭക്ഷണ സാധനം എടുത്തിട്ട് എൻ്റെ മുഖത്തും ഇങ്ങനെ തേച്ച് വെച്ചു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യൽഹഖ്, എൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ ഈ കളിയും തമാശയൊക്കെ കണ്ടിട്ട് സന്തോഷത്തോടു കൂടി ചിരിക്കുന്നുണ്ടായിരുന്നു. നബി തങ്ങളുടെ വീട്ടിലെ സാധാരണ നടക്കുന്ന ഭാര്യമാർക്കിടയിലുള്ള കളി തമാശകളിൽപ്പെട്ട ഒരു സംഭവം മാത്രമായിരുന്നു. ഇങ്ങനെയുള്ള 100 കണക്കിന് സംഭവങ്ങളിൽ പലതും നമ്മൾ മുമ്പ് പറഞ്ഞു കഴിഞ്ഞു. പെട്ടെന്ന് പുറത്തുനിന്ന് ഒരു ശബ്ദം കേൾക്കുന്നു, യാ അബ്ദുല്ലാഹിബിൻ ഉമർ, യാ അബ്ദുല്ലാഹിബിൻ ഉമർ. നോക്കുമ്പോൾ ആരുടെ ആ ശബ്ദം? ഉമർ റളിയല്ലാഹു അൻഹു ആ പരിസരത്ത് തൻ്റെ മകൻ അബ്ദുള്ളയെ അന്വേഷിച്ച് ഇങ്ങനെ നടക്കുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ശബ്ദം പുറത്ത് കേട്ടതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മട്ടും ഭാവമൊക്കെ മാറി. നബിതകളുടെ മുഖത്ത് നിന്ന് ആ ചിരി മാറിയിട്ട് ഹൈബത്ത് വന്നു. നബിതകൾ പെട്ടെന്ന് ഞങ്ങളോട് പറഞ്ഞു, കുമാ ഫഗ്സില വുജൂഹകുമാ, പെട്ടെന്ന് എഴുന്നേറ്റോ, വേഗം പോയി മുഖം കഴുകിക്കോ. ഫല അഹ്സിബു ഉമർ റളിയല്ലാഹു അൻഹു ഇല്ലാ ദാഖില, ഉമർ റളിയല്ലാഹു അൻഹു ഉള്ളിൽ കയറുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഹിജാബ് ഇറങ്ങുന്നതിന് മുമ്പാട്ടോ,
ഉള്ളിൽ വരുമെന്ന് തോന്നുന്നുണ്ട്. പെട്ടെന്ന് പോയിട്ട് മുഖം കഴുകിക്കോന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഹൈബത്തിലായി. സുബ്ഹാനല്ലാഹ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഹൈബത്ത്, വഖാറ്, ആ ഗാംഭീര്യം, അതൊക്കെ ഒരു സംഭവം തന്നെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പോലും ഉമറിന്റെ ഹൈബത്ത് ഉണ്ടായിരുന്നു റളിയല്ലാഹു അൻഹു. നബി തങ്ങളുടെ മുഖഭാവം അങ്ങനെ തന്നെ മാറിയതാ. പെട്ടെന്ന് പോയി മുഖം കഴുകി, ഉമർ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. ഐഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഫമാ സിൽതു അഹാബു ഉമറ റളിയല്ലാഹു അൻഹു ലിഹൈബത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾക്കുണ്ടായ ആ ഹൈബത്ത് കണ്ടിട്ട് അതിനുശേഷം പിന്നെ എപ്പോഴും എൻ്റെ മനസ്സിൽ ഉമർ റളിയല്ലാഹു അൻഹുവിനോടുള്ള ഒരു ഹൈബത്ത് ഉണ്ടായിരുന്നു. ഹൈബത്തിന്റെ അർത്ഥം ബഹുമാനത്തോടു കൂടിയുള്ള പേടിയെന്ന്. അതിനുശേഷം എപ്പോഴും ഞാൻ എൻ്റെ മനസ്സിൽ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ബഹുമാനത്തോടു കൂടിയുള്ള ഒരു പേടി തോന്നിയെന്ന. റളിയല്ലാഹു അൻ ഉമർ, റളിയല്ലാഹു അൻ ആയിഷ, റളിയല്ലാഹു അൻ സൗദ, റളിയല്ലാഹു അൻ സായിരി അസ്ഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലും നബിതങ്ങളുടെ സഹാബാക്കൾക്കിടയിലൊക്കെ നടന്നിരുന്ന രസകരമായ സംഭവങ്ങളിൽ ഒന്ന് മാത്രമാണിത്. അങ്ങനെ ഈ സൗദ റളിയല്ലാഹു അൻഹ, ഇനിയുണ്ട് കേട്ടോ, ഹഫ്സ ബീബിയും ഐഷ ബീബിയും സൗദ റളിയല്ലാഹു അൻഹയും തമ്മിലുള്ള സംഭവം ഇങ്ങനെ കുറേ ഒരുപാടുണ്ട്. അപ്പോൾ ഈ സൗദ റളിയല്ലാഹു അൻഹ പിന്നീട് കുറേ നാളുകൾ കഴിഞ്ഞ് വയസ്സായപ്പം, അവർക്ക് പ്രായമൊക്കെ ആയപ്പം നബിത ബുദ്ധിപരമായ ഒരു കാര്യം ചെയ്തു. അവർ നബിതങ്ങളുടെ സ്നേഹവും പ്രീതിയും ഒന്നുകൂടി സമ്പാദിക്കാൻ വേണ്ടി, ഒന്നുകൂടി പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് ഇവരുടെ ദിവസം ഐഷ ബീബി റളിയല്ലാഹു അൻഹക്ക് കൊടുത്തു. റസൂലുള്ളാഹിയോട് പറഞ്ഞു, യൗമി ലി ആയിഷ, നബിയെ എൻ്റെ ദിവസവും കൂടി ഐഷ ബീബിക്ക് അങ്ങ് കൊടുത്തു. അങ്ങേക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഐഷ ബീബിയാണെന്ന് എനിക്കറിയാം റളിയല്ലാഹു അൻഹ. അപ്പോൾ ബുദ്ധിപരമായിട്ട് ഇവർക്ക് വയസ്സായപ്പോൾ നബിതങ്ങളുടെ സ്നേഹവും പ്രീതിയും കിട്ടാൻ വേണ്ടി, ഒന്നുകൂടി നബിതങ്ങളുടെ അടുക്കൽ സ്ഥാനം ലഭിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ ദിവസം കൂടി ഐഷ ബീബി റളിയല്ലാഹു അൻഹ കൊടുത്തു. അപ്പോൾ ഐഷ ബീബിയുടെ നാലാമത്തെ പ്രത്യേകത, ബാക്കി എല്ലാവർക്കും റസൂലുള്ള ഒരു രാത്രിയാണ് വീതം വെച്ച് കൊടുത്തിരുന്നെങ്കിൽ ഒറ്റ റൗണ്ടിൽ തന്നെ ഐഷ ബീബി റളിയല്ലാഹു അൻഹക്ക് 2 രാത്രി കിട്ടിയിരുന്നു. ഐഷ ബീവിയുടെ അഞ്ചാമത്തെ പ്രത്യേകത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഏറ്റവും അധികം ഹദീസ് റിവായത്ത് ചെയ്തത് ഐഷ ബീവിയാണ്. ബാക്കിയുള്ള ഭാര്യമാരെക്കാളൊക്കെ ഏറ്റവും കൂടുതൽ, ഏകദേശം 2210 ഹദീസുകൾ ഇവർ റിവായത്ത് ചെയ്തിട്ടുണ്ട്. തൊട്ട് അടുത്ത സ്ഥാനത്ത്, 2ാം സ്ഥാനത്തുള്ളത് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയാണ്. അവർ വെറും 300 ഹദീസ് മാത്രമേ റിവായത്ത് ചെയ്തു. എന്ന് മാത്രമല്ല, മുഴുവൻ ഭാര്യമാരുടെയും ഹദീസുകളുടെ എണ്ണം ഒരുമിച്ച് കൂട്ടിയാൽ ആകെ 400 ഉള്ളൂ, 400 ചില്ലറേ ഉള്ളൂ. അപ്പോൾ അതും ഐഷ ബീവിയുടെ ഹദീസിൻ്റെ എണ്ണം നോക്കി എത്ര ഡിഫറൻസ് ഉണ്ട്, എത്ര വ്യത്യാസമുണ്ട്. 2210 ഹദീസോളം ഐഷ ബീബി റളിയല്ലാഹു അൻഹ റിവായത്ത് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഇമാം ബുഖാരിയും മുസ്ലിമും അതിൽ നിന്ന് 299ഓളം 300ഓളം ഹദീസുകൾ ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്നുണ്ട്. അതാണ് അഞ്ചാമത്തെ പ്രത്യേകത. ഭാര്യമാരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഹദീസ് റിവായത്ത് ചെയ്ത വനിത റളിയല്ലാഹു അൻഹ. ആറാമത്തതോ, അഅലമുൻ നിസാഇ അലാ വജ്ഹിൽ അർളി അലൽ ഇത്ലാഖ്. ഭൂമിയുടെ മേൽ നടന്നുപോയതിൽ, ജീവിച്ചവരിൽ സ്ത്രീകളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം ദീനിയായ ഇൽമ് ഉണ്ടായിരുന്നത് ഐഷ ബീബി റളിയല്ലാഹു അൻഹക്കാണ്. അവരുടെ അത്രയും ദീനിയായ ഇൽമുള്ള ഒരു സ്ത്രീ ഇതുവരെ വന്നിട്ടുമില്ല, ഇനിയൊട്ട് വരികയുമില്ല. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ശർഈയായ വിധിവിലക്കുകൾ ഉണ്ടല്ലോ, നമ്മുടെ നിത്യജീവിതത്തിലും മറ്റും ഒരു മുസ്ലിം അനുഷ്ഠിക്കുന്ന അല്ലെങ്കിൽ പാലിക്കുന്ന വിധിവിലക്കുകൾ, നോമ്പിൻ്റെ, സക്കാത്തിൻ്റെ, നമസ്കാരത്തിൻ്റെ, വിവാഹത്തിൻ്റെ, കച്ചവടത്തിൻ്റെ ഒക്കെ വിധിവിലക്കുകൾ, ഈ ഇസ്ലാമിൻ്റെ ശർഈൻ്റെ വിധിവിലക്കുകൾ മുഴുവനും ഒരുമിച്ച് കൂട്ടിയാൽ ഇമാം ഇബ്നു ഹജർ റഹിമഹുല്ല പറയുന്നു, അതിൻ്റെ 4/1 ഭാഗം എടുക്കപ്പെട്ടത് ഐഷ ബീവിയിൽ നിന്നാണ്. ശ്രദ്ധിക്കണേ, പ്രത്യേകിച്ച് ശബ്ദം കേൾക്കുന്ന സ്ത്രീകൾ ശ്രദ്ധിക്കണം. സ്ത്രീകൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഒരു പെണ്ണിനെ കുറിച്ച് നമ്മൾ പറയുന്നത്, ഒരു സ്ത്രീയെ കുറിച്ച് നമ്മൾ പറയുന്നത്. ഇസ്ലാം സ്ത്രീയോട് എങ്ങനെയുള്ള സമീപനമാണുള്ളത് ഭയങ്കര ചർച്ചാ വിഷയമാണല്ലോ. ഒരു സ്ത്രീയെ കുറിച്ചാണ് പറയുന്നത്. മൊത്തം ഇസ്ലാമിക ശരീഅത്തിന്റെ വിധിവിലക്കുകൾ ഒരുമിച്ച് കൂട്ടിയാൽ അതിൻ്റെ 4/1 ഭാഗം എടുക്കപ്പെട്ടത് ഒറ്റ സ്ത്രീയിൽ നിന്നാണ് റളിയല്ലാഹു അൻഹ. ഐഷ ബീബി റളിയല്ലാഹു അൻഹ നമ്മുടെ ഉമ്മ ചില്ലറക്കാരിയല്ല. ഒരു അപ്പം അതിന് കാരണം ഇബ്നു ഹജർ പറയുന്നത് റഹിമഹുല്ലാ, അവർ 18 വയസ്സാകുമ്പോഴാണ് റസൂലുള്ളാഹി വഫാത്താകുന്നത്. ഐഷ ബീവിക്ക് 18 വയസ്സുള്ളപ്പോഴാണ് റസൂലുള്ളാഹി വഫാത്താകുന്നത്. അതിനുശേഷം 50ഓളം 40ഓളം അല്ലെങ്കിൽ 50ഓളം വർഷം ഐഷ ബീവി ജീവിച്ചിരുന്നിട്ടുണ്ട്. ഈ 50 വർഷം അല്ലെങ്കിൽ 40-45 വർഷം മുഴുവനും ദീനിൻ്റെ സേവനത്തിന് വേണ്ടി, ദീനിൻ്റെ ഇൽമിൻ്റെ മാർഗത്തിൽ അവർ ചെലവഴിക്കുകയായിരുന്നു. ഒരുപാട് ശിഷ്യന്മാർക്ക് അറിവ് പകർന്നു കൊടുക്കുകയും പഠിപ്പിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. എത്രത്തോളം അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ സഹാബാക്കളുടെ കൂട്ടത്തിൽ ഫത്വ കൊടുക്കുന്ന വലിയ പണ്ഡിതന്മാരായ, അവരുടെ സംശയങ്ങളൊക്കെ തീർത്തു കൊടുക്കുന്ന 7 പേരുണ്ടായിരുന്നു. ആ 7 പേരിൽ ഒരാളായിരുന്നു അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയാ, മാ അഷ്കല അലൈനാ അസ്ഹാബ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുൻ ഖത്തു. ഞങ്ങളുടെ സഹാബാക്കളായ ഞങ്ങളുടെ അടുക്കൽ ഏതെങ്കിലും ഹദീസിൽ എന്തെങ്കിലും സംശയങ്ങൾ വന്നാൽ, ഫസഅൽന ആയിഷ, എന്നിട്ട് ഞങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുകയും ചെയ്താൽ, ഇല്ലാ വജദ്നാ ഇൻദഹാ മിൻഹു ഇൽമ, ആ സംശയത്തിൽ നമുക്ക് മറുപടി കിട്ടാതെ ഇരുന്നിട്ടില്ല. ആ വിഷയത്തിൽ അവരുടെ അടുക്കൽ ഒരു അറിവ് ഇല്ലാത്ത ഒരവസ്ഥ ഉണ്ടായിട്ടേ ഇല്ലെന്നാ. ആരാ പറയുന്നത്?
സഹാബാക്കളുടെ മുഫ്തിമാരുടെ കൂട്ടത്തിൽ പ്രധാനിയായ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു പറയാം, അവരുടെ ദീനിയായ ഇൽമു മാത്രമല്ല, സാഹിത്യത്തിൽ, ഭാഷാ സമ്പുഷ്ടിയിൽ, ആ ഭാഷാ സൗന്ദര്യത്തിൽ, ആ വിഷയത്തിൽ ഫസാഹത്തിലും അവർ ഭയങ്കര കഴിവുള്ളവരായിരുന്നു. അഹ്നഫ് ബിൻ ഖൈസ് റഹിമഹുല്ല പറയാ, ഞാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ, അലി റളിയല്ലാഹു അൻഹുവിൻ്റെ, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ, ഇന്നത്തെ ഈ ദിവസം വരെയുള്ള വ്യത്യസ്ത ഖലീഫമാരുടെ ഒക്കെ പ്രസംഗം കേട്ടിട്ടുണ്ട്. പക്ഷേ ഐഷ റളിയല്ലാഹു അൻഹുവിൻ്റെ വായിൽ നിന്ന് കേട്ടതിനേക്കാൾ ഭാഷാ സൗന്ദര്യവും സാഹിത്യ മികവുള്ള മറ്റൊരു വാക്കും ഞാൻ എവിടുന്നും കേട്ടിട്ടില്ല. അത്രയും ഭാഷാ സൗന്ദര്യമുള്ള ആളായിരുന്നു. എന്ന് മാത്രമല്ല, ഇസ്ലാമിക അറിവുകളുടെ കൂട്ടത്തിൽ, നിങ്ങൾ മഹാന്മാരോടല്ല പണ്ഡിതന്മാരോട് ചോദിച്ചാൽ മനസ്സിലാവും, ഇസ്ലാമിക അറിവിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ടഫുള്ള, പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള അറിവ് എന്ന് പറഞ്ഞാൽ അനന്തരാവകാശത്തിൻ്റെ നിയമങ്ങളാണ്. കുറേ കണക്കുകൂട്ടലും കുറേ പേര് പഠിക്കാനും ഒക്കെ ആയിട്ട് അനന്തരാവകാശ ഫറായിൽ എന്നാ പറയുക. ഇൽമുൽ ഫറായിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഇൽമാണ്. അപ്പൊ ഈ ഇൽമുൽ ഫറാഹിദിലും അവർക്ക് ഭയങ്കര അഗാധമായ പാണ്ഡിത്യം ഉണ്ടായിരുന്ന മസ്റൂഖ് റഹിമുള്ളയുടെ ഒരാൾ ചോദിച്ചു, ഐഷ ബീവിക്ക് ഇൽമുൽ ഫറാഹിൽ അറിയുമായിരുന്നു. അപ്പൊ അദ്ദേഹം പറയാ, ഞാൻ വലിയ 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 സഹാബാക്കളെ അനന്തരാവകാശ നിയമത്തിന്റെ വിഷയത്തിൽ ഐഷ ബീവിയോട് സംശയം ചോദിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടെന്ന്. ആ വിഷയത്തിലും അവർ ടോപ്പിലായിരുന്നു. എന്ന് മാത്രമല്ല, ശ്രദ്ധിക്കണേ, ദീനിയായ വിഷയത്തിൽ മാത്രമല്ല, ഐഷ ബീവിക്ക് അഗാധമായ പാണ്ഡിത്യം ഉണ്ടായിരുന്ന, അഗാധമായ ജ്ഞാനമുണ്ടായിരുന്ന മറ്റൊരു അറിവിന്റെ മേഖല എന്ന് പറഞ്ഞാൽ തിബ്ബാണ്, വൈദ്യശാസ്ത്രമാണ്, മെഡിക്കൽ സയൻസാണ്. അന്നുണ്ടായിരുന്ന മെഡിക്കൽ സയൻസിൽ, അന്നുണ്ടായിരുന്ന വൈദ്യശാസ്ത്രത്തിൽ ഭയങ്കര അറിവായിരുന്നു ഐഷ റളിയല്ലാഹു അൻഹ. അതൊരു വലിയ അത്ഭുതം തന്നെയല്ലേ. ശരിക്കും നമ്മൾ ഉമ്മ ചില്ലറക്കാരിയേ അല്ല റളിയല്ലാഹു അൻഹ. ശരിക്കും നമ്മൾ പഠിക്കേണ്ട ഒരു വ്യക്തിത്വം. ഉർവ റളിയല്ലാഹു അൻഹു റഹിമഹുല്ലാ, ഐഷ ബീവിയുടെ സഹോദരി ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ മകൻ ഉർവത്ത് ബിൻ സുബൈർ, അവരെന്നെ ഐഷ ബീവിയോട് ചോദിക്കുന്നുണ്ട്, യാ ഉമ്മത, എൻ്റെ ഉമ്മ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഫിഖിൽ ഭയങ്കര സംഭവമാണ്, അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല, കാരണം നിങ്ങൾ റസൂലുള്ളാഹിന്റെ ഭാര്യയാണ്, അബൂബക്കറിന്റെ റളിയല്ലാഹു അൻഹു മകളാണ്. അപ്പോൾ ഫിഖിൽ വലിയ സംഭവമാണ്, അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. നിങ്ങൾക്ക് അറബി പദ്യങ്ങളും സാഹിത്യവും നന്നായി അറിയാം, അതിലും എനിക്ക് വലിയ അത്ഭുതമില്ല, കാരണം നിങ്ങൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മകളല്ലേ. അബൂബക്കർ റളിയല്ലാഹു ഈ വിഷയത്തിലൊക്കെ ഭയങ്കര പാണ്ഡിത്യമുള്ള ആളാണ്. വലാകിൻ അഅജബു മിൻ ഇൽമിക ബിത്തിബ്, പക്ഷെ നിങ്ങൾക്ക് ഈ വൈദ്യശാസ്ത്രം, മെഡിക്കൽ സയൻസ് അതെവിടുന്ന് കിട്ടി? കൈഫ ഹുവ വമിൻ ഐന ഹുവ, അതെങ്ങനെ നിങ്ങൾ പഠിച്ചു, അതെവിടെ നിങ്ങൾ നേടി? അപ്പൊ ഐഷ ബീബി ചിരിച്ചിട്ട് എൻ്റെ തോളത്തിങ്ങനെ അടിച്ചു എന്നാണ്. എന്നിട്ട് യാ ഐ ഉരയ്യ, ഉർവ മോനെ, സ്നേഹത്തിൽ വിളിക്കുന്ന പേര്, ഉർവ മോനെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം രോഗിയായപ്പോൾ അറേബ്യയുടെ വ്യത്യസ്ത നാടുകളിൽ നിന്ന്, വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്ന് ഓരോരുത്തരായിട്ട് കാണാൻ വരുമായിരുന്നു, ഓരോ സംഘങ്ങൾ വരുമായിരുന്നു. അപ്പൊ അവരൊക്കെ അങ്ങനെയാണല്ലോ, നമ്മളിപ്പോൾ ഉസ്താദ് രോഗിയായി കിടന്നതിന് ശേഷം ഓരോരുത്തർ വരുമ്പോഴും ഓരോ ചികിത്സാ രീതികൾ പറഞ്ഞു കൊടുക്കല, അത് കേൾക്കാനേ ഇപ്പോൾ സമയമുള്ളൂ. അപ്പൊ റസൂലുള്ളാഹിന്റെ അടുക്കൽ വരുന്ന ഈ അറബികളും ഓരോരുത്തരും ഓരോ ചികിത്സാ രീതികളും കൊണ്ടാ വരാം. അപ്പൊ അവര് ചികിത്സ നടത്തേണ്ട സാധനങ്ങളെ കുറിച്ചും മറ്റുമൊക്കെ റസൂലുള്ളാഹിക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അത് എഴുതി വെക്കാനൊന്നും അന്ന് സൗകര്യമില്ലല്ലോ. ഞാൻ എന്ത് ചെയ്യും, അവിടെ ഇരുന്ന് അത് മൊത്തവും മനപ്പാടാക്കും, അത് കേട്ടിട്ട്. എന്നിട്ട് ഞാനായിരുന്നു അവർ പറഞ്ഞതിനനുസരിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചികിത്സിച്ചത്. എനിക്ക് വേറെ എവിടെ നിന്നും കിട്ടിയതല്ല, എൻ്റെ ഹബീബിനെ ചികിത്സിച്ചിട്ടുണ്ടായ അറിവാണ്. ഈ തിബ്ബും ഞാൻ എവിടുന്ന് പഠിച്ചതാ, എൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചികിത്സിച്ചിട്ടുണ്ടാക്കിയിട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്ത അറിവാണ് തിബ്ബ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു സ്ത്രീയെക്കുറിച്ച്, വീണ്ടും ഒരു സ്ത്രീയെക്കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ സ്ത്രീകൾക്കും സ്ത്രീകൾക്കെന്നല്ല, പുരുഷന്മാർക്കാകട്ടെ സ്ത്രീകൾക്കാകട്ടെ മാതൃക ആകേണ്ട ഒരു വ്യക്തിത്വമാണ് ഉമ്മ ഐഷ റളിയല്ലാഹു അൻഹ. അതേപോലെ നമ്മളും അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ത്യാഗം ചെയ്ത് തഖ്വ ചെയ്ത് ദീന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയാൽ നമ്മളും ഈ ഉയർന്ന ദർജയിലേക്ക് എത്തും. ഇനി എത്രാമത്തെ പ്രത്യേകത പറയേണ്ടത്? 6 പറഞ്ഞു. ഇനി 7-മത്തേതാണ് പറയേണ്ടത്. 7-മത്തെ പ്രത്യേകത, ഐഷ ബീവി റളിയല്ലാഹു അൻഹക്ക് എതിരെ ഒരു വലിയ ആരോപണം ഉണ്ടായി, വ്യഭിചാര ആരോപണം. മുനാഫിക്കീങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി പലതും ചെയ്തിട്ടുണ്ട്. എന്നാൽ അവർ ചെയ്തതിൽ വെച്ച് ഏറ്റവും വലിയ പാപം, അത് പരിശുദ്ധ ഖുർആൻ തന്നെ ശക്തമായിട്ട് അതിനെ വിമർശിച്ചിട്ടുണ്ട്, അത് തങ്ങളുടെ ഭാര്യ ഐഷ ബീവിക്കെതിരെ ആരോപണം ഉന്നയിക്കുക എന്നുള്ളതാണ്. അപ്പൊ അവരുടെ നിരപരാധം തെളിയിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശത്തിൽ നിന്ന് ആയത്തിറക്കി. അതും അവർക്ക് മാത്രമുള്ള പ്രത്യേകത. ഇതിനു മുമ്പ് ഇസ്ലാമിക ചരിത്രത്തിൽ 2 പേർക്കെതിരെ വ്യഭിചാര ആരോപണം ഉണ്ടായിട്ടുണ്ട്. ഒന്ന് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെതിരെയായിരുന്നു. അന്ന് യൂസുഫ് നബിയുടെ നിരപരാധിത്വത്തെ തെളിയിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു അവിടെ ഒരു സാക്ഷിയുടെ നാവിനെയാണ് ഉപയോഗപ്പെടുത്തിയത്. ഷഹീദ ഷാഹിദുൻ മിൻ ബനി ഇസ്രായീൽ, നിങ്ങൾക്കറിയാലോ, അവിടുത്തെ ഒരാൾ വന്നു, എന്നിട്ട് ഖമീസ് എങ്ങനെ കീറിയെന്ന് നോക്കാൻ പറഞ്ഞു. അങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിന്റെ നിരപരാധിത്വം തെളിയുന്നത്. 2ാമത് ആരോപണം ഉന്നയിക്കപ്പെട്ടത് മറിയം ബീബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. ഭർത്താവില്ലാതെ ഒരു കുഞ്ഞുണ്ടായപ്പം അവർക്കെതിരെയും വ്യഭിചാരം ആരോപിക്കപ്പെട്ടു. അന്ന് അവരുടെ നിരപരാധിത്വം തെളിഞ്ഞത് നബിയായ കുഞ്ഞുകുട്ടിയായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൊട്ടിലിൽ കിടന്ന് സംസാരിച്ചു. ഈസാ നബിയുടെ നാവിലൂടെയായിരുന്നു അവരുടെ നിരപരാധിത്വം വെളിവായത്.
യൂസുഫ് നബി അലിഹി സ്വലാത്തു വസ്സലാമയുടെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി അള്ളാഹു ഉപയോഗിച്ചത് ഒരു സാക്ഷിയുടെ നാവായിരുന്നു. മറിയം ബിബി അലിഹി സ്വലാത്തു വസ്സലാമയുടെ നിരപരാധിത്വം തെളിയിക്കാൻ അള്ളാഹു ഉപയോഗിച്ചത് തൻ്റെ നബിയുടെ നാവായിരുന്നു. എന്നാൽ ബിബി ആയിഷ റളി അള്ളാഹു അൻഹയുടെ നിരപരാധിത്വം തെളിയിക്കാൻ അള്ളാഹു ഉപയോഗിച്ചത് സ്വന്തം കലാമായിരുന്നു. സുബ്ഹാനല്ലാഹ്, സ്വന്തം കലാം. ഖിയാമത്ത് നാൾ വരെയും ഓതപ്പെടുന്ന പരിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ ഉപയോഗിച്ചിട്ടാണ് ഉമ്മ ആയിഷ റളി അള്ളാഹു അൻഹയുടെ നിരപരാധിത്വം അള്ളാഹു സുബ്ഹാനഹു വ തആല. ഇനി നോക്കിയാൽ ഇനി നിങ്ങൾ അവരുടെ തർജ്ജമ ആലോചിച്ച് നോക്കിയാൽ ഇന്നല്ലദീന ജാഉ ബിൽ ഇഫ്കി ഉസ്ബത്തും മിൻകും ലാ തഹ്സബൂഹു ഇങ്ങനെ തുടങ്ങിയ ഒരു 5-10 ആയത്തുകൾ സൂറത്തുൻ നൂറിലെ ഒരായത്തൊന്നുമല്ല, 5-10 ആയത്തുകൾ ആ വിഷയത്തിൽ ഇറങ്ങി. ഐഷ ബീവി തന്നെ പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും എൻ്റെ വിഷയത്തിൽ എൻ്റെ നിരപരാധിത്വം തെളിയിച്ചുകൊണ്ട് ആയത്തിറക്കുമെന്ന് കരുതിയിരുന്നേ ഇല്ല. അത്രയും വലിയ അർഹത എനിക്കുണ്ട് ഞാൻ വിചാരിച്ചിട്ട് തന്നെ ഇല്ല. പക്ഷെ അള്ളാഹു തെളിയിക്കും, റസൂലുള്ള എന്തെങ്കിലും സ്വപ്നം കാണും, അങ്ങനെ എൻ്റെ നിരപരാധിത്വം തെളിയുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ അള്ളാഹു എനിക്ക് വേണ്ടി, എൻ്റെ നബിയേക്കാൾ കൂടുതൽ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ റബ്ബ് എനിക്ക് വേണ്ടി ഖുർആനിൽ ആയത്ത് തന്നെ ഇറക്കിയെന്ന് ഐഷ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. ഇനി ഐഷ ബീവിക്ക് ബാക്കിയുള്ള ഭാര്യമാർക്കൊന്നും ഇല്ലാതിരുന്ന 8ാമത്തെ പ്രത്യേകത, ഖാലത റീഖുഹു ഖബ്ല മൗതിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങളുടെ വഫാത്തിന് തൊട്ടു മുമ്പ് അവസാനമായിട്ട് അവരുടെ തുപ്പലും നബിതങ്ങളുടെ തുപ്പലും കൂടിച്ചേരുകയും അവസാനമായിട്ട് അവരുടെ തുപ്പലാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വായിലേക്ക് ഈ ലോകത്ത് നിന്ന് വിട പറയുന്നതിന് മുമ്പ് നബിതങ്ങളുടെ വായിലേക്ക് ചെന്നെത്തിയത്. ഐഷ ബീവി തന്നെ പറയാം, ബുഖാരി മുസ്ലിം ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസ്, നബിതങ്ങൾ വഫാത്താകുന്നതിന് തൊട്ട് മുമ്പ് അബ്ദുറഹ്മാൻ ബിൻ അബി ബക്കർ, എൻ്റെ സഹോദരൻ, വീട്ടിലേക്ക് പ്രവേശിച്ചു. അദ്ദേഹത്തിൻ്റെ കീശയിൽ, അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു മിസ്വാക്ക് ഉണ്ടായിരുന്നു. അപ്പം നബിതങ്ങൾ ഇത് കണ്ടു. നബിതങ്ങൾ ആ മിസ്വാക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. പക്ഷെ അതൊന്ന് വേണം, അതൊന്ന് എടുത്തത് ആയിഷ എന്ന് പറയാൻ നാവ് പൊന്തുന്നില്ല, കൈ കൊണ്ട് ആംഗ്യം കാണിക്കാൻ കയ്യും പൊന്തുന്നില്ല. പക്ഷെ ഹബീബിൻ്റെ മുഖത്തെ ആ ഭാവം കണ്ട് എനിക്ക് മനസ്സിലായി. ഞാൻ റസൂലിനോട് ചോദിച്ചു, നബിയെ അങ്ങേക്കത് വേണോ? നബിതങ്ങൾ പതുക്കെ വേണമെന്ന് പറഞ്ഞ് തലയാട്ടി. ഞാൻ പെട്ടെന്ന് അതെടുത്ത് കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ വായിലിട്ട് ചവച്ച് എൻ്റെ തുപ്പലൊക്കെ ആക്കി അതിനൊന്നും മയപ്പെടുത്തിയിട്ട് റസൂലുള്ളാഹിക്ക് പെട്ടെന്ന് തേക്കാൻ പാകത്തിനാക്കിയിട്ട് നബിതങ്ങൾക്ക് ഇങ്ങനെ കൊടുത്തു. നബിതങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ തന്നെ പല്ല് തേച്ചു. അതിനുശേഷം ആ മിസ്വാക്ക് തിരിച്ചു തരാൻ വേണ്ടി എൻ്റെ നേരെ കൈ ഉയർത്തിയെങ്കിലും എൻ്റെ അടുത്തേക്ക് എത്തുന്നതിന് മുമ്പ് നബിതങ്ങളുടെ കൈ പതുക്കെ ഇങ്ങനെ താഴെ വീണുപോയി. നബിതങ്ങൾക്ക് കൈ ഉയർത്തിയിട്ട് എനിക്ക് തരാൻ പോലും പറ്റുന്നില്ല. ഞാൻ പെട്ടെന്ന് എൻ്റെ ഹബീബിനെ ചേർത്ത് പിടിച്ചു. എന്നിട്ട് സാധാരണ നബിതങ്ങൾ രോഗിയാകുന്ന സമയത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് മന്ത്രിക്കാറുള്ള, നബിതങ്ങൾ സ്വന്തത്തിനു വേണ്ടിയും മന്ത്രിക്കാറുണ്ടായിരുന്ന മന്ത്രങ്ങളൊക്കെ ഞാനിങ്ങനെ ഊതാൻ തുടങ്ങി. എനിക്ക് ബേജാറായി, എൻ്റെ ഹബീബിന് എന്താ പറ്റിയത്? ഞാനിങ്ങനെ മന്ത്രങ്ങൾ ഇങ്ങനെ മന്ത്രിച്ച് ഓതാൻ തുടങ്ങി. ഒരുപക്ഷെ അവർ ഉദ്ദേശിച്ചത് ഇമാം ബുഖാരി എന്നെ ഉദ്ധരിക്കുന്ന ഹദീസിൽ വന്ന ഖുലൗദുർ ബിന്നാസും ഖുലൗദുൽ ഫലക്കും ആയിരിക്കും. അതല്ലെങ്കിൽ അഹമ്മദിൻ്റെ റിവായത്തിൽ സാധാരണ ജിബ്രീൽ മന്ത്രിക്കാറുണ്ടായിരുന്ന ഒരു മന്ത്രം വരുന്നുണ്ട്, ബിസ്മില്ലാഹി അർക്കീക മിൻ കുല്ലി ദാഇൻ യശ്ഫീക മിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ് വമിൻ ശർരി കുല്ലി ദി ഐൻ. ഇങ്ങനെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹിനെ മന്ത്രിക്കാറുണ്ടായിരുന്നു. ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു ദുആ ഞാൻ ഹബീബിനെ ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ മന്ത്രി ചൂടാൻ തുടങ്ങി. ഫറഫഅ ബസറഹു ഇലസ്സമാ, പെട്ടെന്ന് അവിടുന്ന് ആകാശത്തിലേക്ക് ഇങ്ങനെ കണ്ണുയർത്തി നോക്കി. അതും ഇമാം ബുഖാരി എന്നെ ഉദ്ധരിക്കുന്ന ഹദീസിൽ പറയുന്നുണ്ട്, എല്ലാ പ്രവാചകന്മാർക്കും മരിക്കുന്നതിന് മുമ്പ് അള്ളാഹു 2 ഓപ്ഷൻ നൽകുന്ന, ഒന്നെങ്കിൽ ദുനിയാവിൽ തന്നെ കഴിയാം, അതല്ലെങ്കിൽ ഇപ്പം ആഖിറത്തിലേക്ക് പോകാൻ. എല്ലാ പ്രവാചകന്മാർ ആഖിറത്തെ തിരഞ്ഞെടുത്തു. ചിലപ്പോൾ നബിതങ്ങൾക്ക് ആ തഖീർ നൽകുന്ന സമയമായിരിക്കണം. നബിതങ്ങൾ ആകാശത്തേക്ക് ഇങ്ങനെ കണ്ണുയർത്തി എന്നിട്ട് പറഞ്ഞു, അർ റഫീഖൽ അലാ, അർ റഫീഖൽ അലാ, മതി മതി മതി, ഇനി എനിക്ക് ദുനിയാവ് വേണ്ട, എനിക്ക് ഉന്നതമായ കൂട്ടുകെട്ടാണ് വേണ്ടത് എന്ന് പറഞ്ഞു. വഫാലത് നഫ്സുഹു, നബിതങ്ങളുടെ റൂഹ് ഇങ്ങനെ പതുക്കെ വിട്ടുപിരിഞ്ഞു. ഫൽഹംദുലില്ലാഹി അല്ലദീ ജമഅ ബൈന റീഖി വറീഖിഹി ഫീ ആഖിരി യൗമിൻ മിനദ് ദുനിയ, അവിടുത്തെ ദിവസങ്ങളുടെ ഏറ്റവും അവസാന ദിവസത്തിൽ എൻ്റെ തുപ്പലും അവിടുത്തെ തുപ്പലും ഒരുമിച്ച് കൂട്ടി. അള്ളാഹുവേ നിനക്ക് സർവ്വസ്തുതിയും, എൻ്റെ വലിയ ഭാഗ്യമാണ് അതെന്ന് ആര് പറയാ? ഐഷ ബീവി പറഞ്ഞു. അപ്പോൾ 8ാമത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, മരിക്കുന്നതിന് തൊട്ടു മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വായിൽ അല്ലെങ്കിൽ വയറ്റിൽ അവസാനമായി എത്തിയത് ഐഷ ബീവിയുടെ തുപ്പലായിരുന്നു. ഇനി 9ാമത്തെ പ്രത്യേകത, ബാക്കി ഒരു ഭാര്യമാർക്കും ഇല്ലാത്ത ഐഷ ബീവിക്ക് റളിയല്ലാഹു അൻഹക്ക് മാത്രമുണ്ടായിരുന്ന 9ാമത്തെ പ്രത്യേകത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത് അവരുടെ നെഞ്ചിൻ്റെയും വയറ്റിൻ്റെയും ഇടക്ക് തലവെച്ചുകൊണ്ടായിരുന്നു എന്ന് ഐഷ ബീബി എന്നെ പറയുന്നു. ഇന്ന മിൻ നിഅമില്ലാഹി അലയ്യ, അള്ളാഹു എൻ്റെ മേൽ ചെയ്ത നിഅമത്തുകളിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട നിഅമത്ത്, റസൂലുള്ള എൻ്റെ വീട്ടിൽ എൻ്റെ കൂടെ കിടക്കേണ്ട രാത്രിയിൽ എൻ്റെ നെഞ്ചിൻ്റെയും വയറിൻ്റെയും ഇടക്ക് തലവെച്ചിട്ടാണ് വഫാത്തായത് എന്നാണ്. അതിൻ്റെ അർത്ഥം എന്താ? നെഞ്ചിൻ്റെയും വയറ്റിൻ്റെയും ഇടക്ക് തലവെച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ റസൂലിനെ ഇങ്ങനെ ചേർത്ത് കെട്ടിപ്പിടിച്ച് ഇങ്ങനെ അമർത്തിപ്പിടിച്ച് വെക്കുക. അപ്പോഴല്ലേ ഈ ഭാഗത്ത് തലയാവും. അമർത്തിപ്പിടിച്ച് വെച്ചിരിക്കുന്ന സമയത്തായിരുന്നു എൻ്റെ ഹബീബിൻ്റെ റൂഹ് പിരിയുന്നതെന്നാ. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ ഭാഗ്യ.
ആ സമയത്ത് ഐഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഫീലിങ്ങുകളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നബി തങ്ങൾ വഫാത്തായി എന്നുള്ള വാർത്ത കേട്ടിട്ട് പൊതുവെ ശക്തനായിരുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പോലും സമനില തെറ്റി. ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ ഞാൻ അവന്റെ തല അറുക്കും എന്ന് പറഞ്ഞിട്ട് പള്ളിയിൽ കിടന്ന് ഉറഞ്ഞു തുള്ളാൻ തുടങ്ങി. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പോലും മനസ്സ് തെറ്റിയെങ്കിൽ ഐഷ ബീവി എന്ന് പറഞ്ഞ റസൂലുള്ളാഹിന്റെ കൂടെ കിടന്ന റസൂലുള്ളാഹിന്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച നബി തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയായ, ഒരുപാട് നല്ല 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 മുഹൂർത്തങ്ങൾ തമ്മിലുണ്ടായ ആ ഹബീബ് ഇങ്ങനെ നെഞ്ചോട് ചേർന്ന് കിടന്ന് ഹബീബിന്റെ റൂഹ് ഇങ്ങനെ പിരിയുന്ന രംഗം കണ്ടപ്പോൾ ആ മഹദിയുടെ മനസ്സ് എത്രമാത്രം വിങ്ങി പൊട്ടിയിട്ടുണ്ടാവുമല്ലേ. ആ മനസ്സിന്റെ ഫീലിങ്ങളൊന്ന് ആലോചിക്കാൻ ശ്രമിച്ച്. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദൗത്യം തുടങ്ങുന്നത് നബി തങ്ങളുടെ ഒരു ഭാര്യയായ ഒരു പെണ്ണിന്റെ മടിയിലേക്ക് ഓടി വരുന്നിടത്ത് വെച്ചായിരുന്നു ഈ ദൗത്യം തുടങ്ങുന്നത്. ഇഖ്റഇന്റെ ശബ്ദം കേട്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ട് പേടിച്ച് നബി തങ്ങൾ ഒരു ഭാര്യയുടെ മടിയിലേക്ക് സമ്മിലൂനി സമ്മിലൂനി എന്ന് പറഞ്ഞ് ഓടി വരുന്നിടത്ത് വെച്ചായിരുന്നു ഈ ദൗത്യം തുടങ്ങുന്നത്. എന്നിട്ട് ഇപ്പോൾ അവസാനം നബി തങ്ങൾ സഹാബാക്കളെയൊക്കെ ഒരു നല്ല നിലയിൽ എത്തിച്ചു. നബി തങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കി വിജയകരമായി അത് അവസാനിപ്പിച്ചിട്ട് ഇപ്പം അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് യാത്രയാകുമ്പം അടുത്തൊരു ഭാര്യയുടെ നെഞ്ചത്ത് തല വെച്ച്, ഒരു പെണ്ണിൻ്റെ നെഞ്ചിൻ്റെയും വയറിൻ്റെയും ഇടയ്ക്കിൽ തലയിങ്ങനെ അമർത്തി വെച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൂഹ് ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത്. ഇനി നിങ്ങൾ പറയും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീ വിരുദ്ധനായിരുന്നു? സ്ത്രീകളുടെ അവകാശങ്ങൾ ധ്വംസിക്കാൻ, അടിച്ചമർത്താൻ, അത് വേണ്ടാന്ന് പറയാൻ വേണ്ടി വന്ന ആളായിരുന്നു? അല്ല, ഒരിക്കലും എൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയുള്ള ആളായിരുന്നില്ല. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഐഷ ബീബി റളിയല്ലാഹു അൻഹക്ക് ബാക്കി ആർക്കും ഉണ്ടാകാതിരുന്ന 9ാമത്തെ പ്രത്യേകത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത് അവരുടെ നെഞ്ചിൻ്റെയും, അപ്പോൾ എനിക്ക് പണ്ടേ സംശയം, അതങ്ങനെ മടിയിലല്ലേ തലവെക്കുക? അപ്പോൾ അല്ലേ, മടിയിൽ വെച്ചിട്ടായിരുന്നു റസൂലുള്ളാഹി മരിച്ചതെന്ന് പറഞ്ഞാൽ ഓക്കെ, പക്ഷെ നെഞ്ചിൻ്റെയും വയറ്റിൻ്റെയും ഇടയിൽ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് ഭയങ്കര സംശയമായിരുന്നു. പിന്നെയാണ് ഒരു കിതാബിൽ കണ്ടത്, അതിങ്ങനെ അവർ അവസാന സമയമായപ്പോൾ ഇങ്ങനെ ചേർത്ത് പിടിച്ചിരുന്ന റസൂലുള്ളാഹി, പോലെ നബി എന്ന് പറയുന്ന പോലെ ചേർത്ത് പിടിച്ചിരുന്നു. ആ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് തല നെഞ്ചിൻ്റെയും വയറിൻ്റെ ഇടയിലായെന്നാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പം നബിതങ്ങൾക്ക് നമ്മൾ ഇത്രയും പറഞ്ഞ സംഭവങ്ങളിൽ നിന്ന്, ചരിത്രങ്ങളിൽ നിന്ന് നബിതങ്ങൾക്ക് ഐഷ ബീവിയോടുള്ള ഇഷ്ടം ചില്ലറയൊന്നും അല്ല നമുക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഭയങ്കര ഇഷ്ടമായിരുന്നു. മഹാന്മാർ പറയുന്നത് ഈ ഇഷ്ടം പ്രകൃതിപരമായ ഇഷ്ടം മാത്രമായിരുന്നില്ല. അങ്ങനെ ഉണ്ടാവും, നമുക്കൊരു ഭാര്യയോട് പ്രകൃതിപരമായിട്ട് മനസ്സിൻ്റെ ഉള്ളിലൊരു ഇഷ്ടം ഉണ്ടാവും. ആ ഇഷ്ടം മാത്രമായിരുന്നില്ല, മറിച്ച് ഐഷ ബീബി റളിയല്ലാഹു അൻഹ ദീനിയായ വിഷയത്തിൽ ഉന്നത നിലവാരത്തിലുള്ളവരാണ്. ദീനിയായ ഹുബ്ബും കൂടിയായിരുന്നു ഐഷ ബീബിയോടുള്ള റസൂലുള്ളാഹിന്റെ ഹുബ്ബ് എന്നാണ്. അവരെ കുറിച്ച് പറയപ്പെടുന്നത് കാന സവ്വാമതൻ ഖവ്വാമതൻ എന്നാണ്. ഭയങ്കര നിസ്കരിക്കുന്ന സ്ത്രീ, ഭയങ്കരമായിട്ട് നോമ്പ് നോക്കുന്ന സ്ത്രീ, ഖവ്വാമത്താണ് ഭയങ്കരമായി നിന്ന് നമസ്കരിക്കുന്ന സ്ത്രീ. അവരുടെ നോമ്പിനെ കുറിച്ച് പറയുന്നത് കാന തുസ്രിദു സോമാണ്, അതായത് 2 പെരുന്നാളിൻ്റെ ദിവസവും അയ്യാമു തശ്രീഖിന്റെ ദിവസവും, ഈ ദിവസങ്ങളിൽ നോമ്പെടുക്കൽ ഹറാമാണ്. ഈ ദിവസങ്ങൾ ഒഴിച്ചാൽ ബാക്കി അധിക ദിവസങ്ങളിലും മഹദിക്ക് നോമ്പാണ്. അധിക ദിവസങ്ങളിലും ഐഷ ബീബി റളിയല്ലാഹു അൻഹക്ക് നോമ്പാണ്. നമസ്കാരോ ഖാസിം എന്ന് പറഞ്ഞ ഐഷ ബീബിയുടെ അനിയൻ അബ്ദുറഹ്മാൻ ഉണ്ടല്ലോ, നേരത്തെ വന്ന അബ്ദുറഹ്മാൻ ബിൻ അബീ ബക്കറിന്റെ മകനുണ്ട് ഖാസിം റഹിമഹുല്ല. അദ്ദേഹം പറയാം, ഞാൻ ഒരു ദിവസം എല്ലാ ദിവസവും രാത്രി ഞാൻ എൻ്റെ ദിവസം തുടങ്ങുക എൻ്റെ ഉമ്മയായ മുഅ്മിനീങ്ങളുടെ ഉമ്മ ഐഷ ബീബി, എൻ്റെ കുടുംബക്കാരിയായ ഞങ്ങളുടെയൊക്കെ ഉമ്മയായ ഐഷ ബീബിയുടെ വീട്ടിലേക്ക് പോയി അവിടെ നിന്നാണ് ഞാൻ എല്ലാ ദിവസവും ആരംഭിക്കുക. അവൻ ഒരു ദിവസം രാവിലെ ഞാൻ ഐഷ ബീബിയുടെ വീട്ടിലേക്ക് പോയി, അവിടെ പോയി അവരുടെ അടുത്ത് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ കേട്ടിട്ടാണ് പിന്നെ ഞാൻ എൻ്റെ പണിക്ക് പോവുക. ഒരു ദിവസം ഞാൻ അവരുടെ വീട്ടിലേക്ക് പോയപ്പം അവർ നിന്ന് ദുഹാ നമസ്കരിച്ചു കൊണ്ടിരിക്കുക. ദുഹാ നമസ്കാരത്തിൽ ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ്സമൂം, സൂറത്തു തൂറിന്റെ ആയത്ത് ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്നു. ആ ആയത്തിൽ തന്നെ സ്റ്റക്കായി നിൽക്കുന്നു, അതിങ്ങനെ ആവർത്തിക്കുന്നു, കരയുന്നു, അതിൻ്റെ അപ്പുറത്തേക്ക് പോകുന്നില്ല. ഏത് നമസ്കാര? ദുഹാ നമസ്കാരം. ഫഖുംതു ഹത്താ മലൽതുൽ ഖിയാം, ഞാൻ കുറേ നേരം കാത്തു നിന്നു, ഒന്ന് സലാം വീട്ടിയാൽ കണ്ടിട്ട് പോകാൻ. ലാസ്റ്റ് അടുത്തപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പിന്നെ മാർക്കറ്റിൽ പോയി വരാമെന്ന് വിചാരിച്ച് ഞാൻ മാർക്കറ്റിലേക്ക് നടന്നു. അങ്ങനെ ഞാൻ മാർക്കറ്റിൽ പോയി എൻ്റെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് തിരിച്ചു വന്ന് മഹദിയെ കാണാമെന്ന് വിചാരിച്ച് ഞാൻ വന്ന് നോക്കുമ്പോൾ അതേ നൃത്തം, അതേ ആയത്ത്, അതേ ആവർത്തനം. അപ്പോഴും നേരത്തെ കരഞ്ഞതുപോലെ കരഞ്ഞിട്ട് അതേ നൃത്തത്തിൽ ആ ആയത്ത് തന്നെ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. സ്വർഗത്തിലുള്ള സ്വർഗവാസികളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംസാരവും നരകവാസികളെ കുറിച്ച് അവർ ചോദിക്കുന്നതിനെ കുറിച്ചൊക്കെ പറയുന്ന സൂറത്ത് തൂറിൻ്റെ ആയത്ത്. ഞാൻ ഏത് വിഭാഗത്തിലായിരിക്കും? ഈ സംസാരിക്കുന്ന സ്വർഗവാസികളുടെ കൂട്ടത്തിലായിരിക്കുമോ, അതല്ല ഇവർ ആരെക്കുറിച്ചാണോ സംസാരിക്കുന്നത് ആ നരകവാസികളുടെ കൂട്ടത്തിലായിരിക്കുമോ എന്ന് ആലോചിച്ചിട്ട് അത്രയും നേരം നിന്ന് നമസ്കരിച്ച് കരയായിരുന്നു. അതേപോലെ തന്നെ ചെലവഴിക്കുന്ന വിഷയത്തിൽ അതുകൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന വിഷയത്തിൽ അതിലും അവർ ഭയങ്കര മുൻപന്തിയിലായിരുന്നു. ഐഷ റളിയല്ലാഹു അൻഹ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന വിഷയത്തിൽ വളരെ മുൻപന്തിയിലായിരുന്നു.
അതിനവർക്ക് പ്രചോദനം ലഭിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിക്ഷണവും തർബിയത്തും തന്നെയായിരുന്നു. കാരണം ഒരു ദിവസം നബി തങ്ങളുടെ വീട്ടിൽ ഒരു ആടിനെ അറുത്തു. എന്നിട്ട് അതിൻ്റെ ഇറച്ചിയൊക്കെ ഐഷാ ബീവിയുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഐഷാ ബീവി എന്ത് ചെയ്തെന്ന് വെച്ചാൽ അതിൻ്റെ മുഴുവൻ ഭാഗങ്ങളും അങ്ങ് സദക്ക ചെയ്തു, അള്ളാഹിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചു. ചുമലെല്ലിൻ്റെ ഭാഗം, അതാണല്ലോ റസൂലുള്ളാഹിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത്, അത് മാത്രം അവർ വീട്ടിൽ റസൂലുള്ളാഹിക്ക് വേണ്ടിയിട്ട് അവശേഷിപ്പിച്ചു. നബി തങ്ങൾ പള്ളിയിലെ തിരക്കുകളൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് എന്ത് പറ്റി, ആട് എന്ത് ചെയ്തു, ആടിൻ്റെ ഇറച്ചി എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ ഐഷാ ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞു, മാ ബഖിയ മിൻഹ ഇല്ലാ കത്ഫഹ, അതിൻ്റെ തോളെല്ലിൻ്റെ ഭാഗം അല്ലാതെ ബാക്കി ഒന്നും അവശേഷിച്ചില്ല റസൂൽ, എല്ലാം പോയി എന്ന് പറഞ്ഞു. പക്ഷെ റസൂലുള്ളാഹി തിരിച്ച് അവരോട് പറഞ്ഞു, ബഖിയ കുല്ലുഹ ഗൈറു കത്ഫിഹ, ഇല്ല ഐഷ, മുഴുവനും ബാക്കിയായി, അതിൻ്റെ തോളെല്ല് മാത്രം പോയി എന്ന് പറഞ്ഞു. അതായത് നമ്മൾ അള്ളാഹിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത്, കൊടുക്കുന്നത് ഒരിക്കലും നമുക്ക് നഷ്ടമല്ല, നമ്മളെ വിട്ട് പോകുകയല്ല, മറിച്ച് അത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഇരട്ടിയും പത്തിരട്ടിയും ഒക്കെ ആയിട്ട് ബാക്കിയാകുകയാണ് ചെയ്യുന്നത്. നമുക്ക് നഷ്ടം വന്നത് ഏത് മാത്രമേ ഉള്ളൂ, നീ അള്ളാഹിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാതെ ഇവിടെ പിടിച്ചു വെച്ച ആ തോളലിന് മാത്രമേ നമുക്ക് നഷ്ടമായിട്ടുള്ളൂ. ബാക്കി നീ കൊടുത്തതൊക്കെയും ലാഭമാണ്, അതെവിടെയും പോയിട്ടില്ല, അതാണ് ബാക്കിയായതെന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചു. ഈ ഒരു പാഠം അവരുടെ മനസ്സിൽ നന്നായി തറച്ചിരുന്നു. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം അവർ അള്ളാഹിൻ്റെ മാർഗത്തിൽ ഭയങ്കരമായിട്ട് ചെലവഴിക്കുകയായിരുന്നു. ഒരിക്കൽ അന്നത്തെ രാജ്യത്തിൻ്റെ ഖലീഫ ഒന്നെങ്കിൽ മുആവിയ റളിയല്ലാഹു അൻഹു അല്ലെങ്കിൽ അവരുടെ സഹോദരിയുടെ പുത്രനായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു, രണ്ടിൽ ആരോ ഒരാൾ അവർക്ക് 1,00,000 ദിർഹം കൊടുത്തയച്ചു. അന്ന് ഇസ്ലാമിക രാജ്യം അത്രയും നല്ല സാമ്പത്തിക ഭദ്രതയുള്ള സമയമായിരുന്നു. 1,00,000 ദിർഹം അവർക്ക് കൊടുത്തയച്ചു. അവരെന്തെന്ന് വെച്ചാൽ അതൊരു വലിയ പാത്രത്തിൽ ഇങ്ങനെ ചൊരിയാൻ പറഞ്ഞു വൃത്തിയോട്. എന്നിട്ട് അത് ഓരോ കിഴികളാക്കിയിട്ട് ഇങ്ങനെ ഓരോരുത്തർക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരുന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്നിട്ട് ആ 1,00,000 ദിർഹം മുഴുവനും കിഴികളാക്കിയിട്ട് കൊടുത്തു തീർത്തു. കൊടുത്തു കഴിഞ്ഞ് വൈകുന്നേരത്ത് എല്ലാ പണിയിൽ നിന്നും വിരമിച്ചപ്പോൾ ഭൃത്യ വന്നിട്ട് പറഞ്ഞു, അല്ല മഹദി, അതിൽ നിന്ന് കുറച്ച് ദിർഹമുകൾ ബാക്കി വെച്ചിരുന്നെങ്കിൽ അങ്ങേക്കിന്ന് നോമ്പല്ലേ, ആ നോമ്പ് തുറക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുണ്ടാക്കാറത്തില്ലോ, കുറച്ചെങ്കിലും ബാക്കി വെച്ചൂടെ എന്ന് ചോദിച്ചു. ആ സമയത്ത് വളരെ നിരാശയോടുകൂടി ഐഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, പെണ്ണെ, അങ്ങനെയാണെങ്കിൽ നീ മുമ്പേ അറിയിക്കണ്ടേ, നമുക്കതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ബാക്കി വെക്കാമായിരുന്നല്ലോ, ഇപ്പോൾ പിന്നെ എല്ലാം പോയില്ലേ, സാരമില്ല, നമുക്ക് എപ്പോഴത്തെയും പോലെ വെള്ളവും കുടിച്ച് ഈത്തപ്പഴവും തിന്ന് ഇന്നും നോമ്പ് തുറക്കാം, അതൊക്കെ അള്ളാഹിൻ്റെ മാർഗത്തിൽ ഞാൻ ചെലവഴിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ശിക്ഷണം, ആ പഠിപ്പിക്കൽ അവരുടെ മനസ്സിൽ അത്രത്തോളം അസർ ചെയ്തു എന്നാണ്. ഇത് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു അറിഞ്ഞു. താൻ കൊടുത്ത 1,00,000 വരുന്ന ദിർഹം അത് മുഴുവനും അള്ളാഹിൻ്റെ മാർഗത്തിൽ ഐഷാ ബീബി ചെലവഴിച്ചു. താൻ കൊടുത്ത പൈസ ഒന്നും എളാമ ഉപയോഗിച്ചിട്ടില്ല. അത് ആരറിഞ്ഞു? സഹോദരി പുത്രൻ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു അറിഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെയാണ് ഐഷ റളിയല്ലാഹു അൻഹ ഇനി മുതൽ ചെയ്യാൻ ഉദ്ദേശിക്കുമെങ്കിൽ ഞാൻ ഇനി അവർക്കൊന്നും കൊടുക്കൂല കേട്ടോ എന്ന് ദേഷ്യം പിടിച്ചു പറഞ്ഞു. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ദേഷ്യം പിടിച്ചു എന്നുള്ള വാർത്ത ആരെ അറിയിക്കപ്പെട്ടു? ഐഷാ ബീവി റളിയല്ലാഹു അൻഹ അറിയിക്കപ്പെട്ടു. അപ്പോൾ ഐഷാ ബീവിക്ക് ദേഷ്യം വന്നു. ഞാൻ അള്ളാഹിൻ്റെ മാർഗത്തിൽ ചെലവ് ചെയ്തതിനെ അബ്ദുള്ള ദേഷ്യം പിടിക്കുമോ? അങ്ങനെ പാടുണ്ടോ? അള്ളാഹിൻ്റെ മാർഗത്തിൽ ഞാൻ ചെയ്ത ഒരു ഇബാദത്തിൻ്റെ പേരിൽ അബ്ദുള്ള ദേഷ്യം പിടിക്കുമോ? അങ്ങനെയാണെങ്കിൽ, അങ്ങനെ അബ്ദുള്ള ചെയ്തെങ്കിൽ അള്ളാഹു തആലക്ക് വേണ്ടി ഇനി ഞാൻ മരിക്കുന്നത് ഒരു അബ്ദുള്ളാനോട് മുണ്ടൂല എന്ന് പറഞ്ഞു. സഹോദരി പുത്രനാണ്, ഇനി മരിക്കുന്നത് വരെ ഞാൻ അബ്ദുള്ളാനോട് മുണ്ടൂല എന്ന് പറഞ്ഞു. അബ്ദുള്ള റളിയല്ലാഹു അൻഹു പെട്ട്. അതിനുശേഷം അദ്ദേഹം പല തരത്തിൽ ശ്രമിച്ചെങ്കിലും അവർ ഒരു തരത്തിലും മിണ്ടാൻ കൂട്ടാക്കുന്നില്ല. അവർ മിണ്ടാത്തതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് പല നഷ്ടങ്ങളും സംഭവിച്ചു എന്നാണ്. അദ്ദേഹം ശുപാർശകനായിട്ട് അയക്കാൻ പറ്റുന്ന ആളുകളൊക്കെ ഐഷാ ബീവിയുടെ അടുക്കലേക്ക് അയച്ചു. ഒരു തരത്തിലും അവർ വഴങ്ങുന്നില്ല. അവസാനം ഇദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, താബിഈ പണ്ഡിതന്മാരിൽ പ്രസിദ്ധരായ 2 പേരുണ്ട്. ഐഷാ ബീവിയുടെ അടുത്ത് എപ്പോഴും ഇൽമു പഠിക്കാൻ പോകുന്നവരാ, നല്ല വലിയ പാണ്ഡിത്യമുള്ളവരാ. മിസ്വർ റളിയല്ലാഹു റഹിമഹുല്ലയും അബ്ദുറഹ്മാൻ ബിൻ അസ്വദും റഹിമഹുമുല്ല. ഈ 2 പേരെ പറഞ്ഞ് റെഡിയാക്കിയിട്ട് പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിൽ ഞാനും വരും, മുഖമൊക്കെ മറച്ചിട്ട് ഞാനും വരും. നിങ്ങൾ ഐഷാ ബീവിയുടെ വീട്ടിലേക്ക് പോകണം. ഐഷാ ബീവിയുടെ വീട്ടിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ പുറത്തു നിന്ന് ആളുകൾ അനുവാദം ചോദിക്കും. അനുവാദം ചോദിച്ചു കഴിഞ്ഞിട്ട് അനുവാദം കിട്ടിയാൽ ഉള്ളിലേക്ക് പ്രവേശിക്കാം. ഉള്ളിൽ അവരുടെയും വരുന്ന ആണുങ്ങളുടെയും ഇടയിൽ ഒരു മറ ഇട്ടിട്ടുണ്ടാവും. മറയുടെ പിന്നിൽ നിന്ന് അവർക്ക് ചോദിക്കാനുള്ളതൊക്കെ ചോദിക്കണം, പഠിക്കാനുള്ളതൊക്കെ പഠിക്കണം, എന്നിട്ട് തിരിച്ചു പോയിക്കൊള്ളണം. ആ ഒരു രീതിയാണ്. അബ്ദുള്ള എന്ന് പറഞ്ഞു, നിങ്ങൾ 2 പേരും പോയിട്ട് അനുവാദം ചോദിക്കണം. എന്നിട്ട് അവർ പ്രവേശിച്ചോളൂ എന്ന് പറയുമ്പോൾ ഞങ്ങൾ എല്ലാവരും പ്രവേശിക്കട്ടെ എന്ന് ചോദിക്കണം. അങ്ങനെ നിങ്ങൾ എല്ലാവരും പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൂട്ടത്തിൽ ഞാനും അകത്ത് കിടക്കും, പിന്നെ ഞാൻ നോക്കിക്കോളും, അതുവരെയുള്ളത് നിങ്ങൾ എനിക്ക് ചെയ്തു തരണമെന്ന് പറഞ്ഞു. അവർ 2 പേരും സമ്മതിച്ചു. ഐഷാ ബീവിയുടെ വീട്ടിൽ മുന്നിൽ പോയിട്ട് മിസ്വർ റഹിമഹുല്ലയും അബ്ദുറഹ്മാൻ ബിൻ അസ്വദും അനുവാദം ചോദിച്ചു. അപ്പോൾ അവർ കയറിക്കോ എന്ന് പറഞ്ഞു. കുല്ലുന, ഞങ്ങൾ എല്ലാവരും കയറട്ടെ. കുല്ലുക്കും, നിങ്ങൾ എല്ലാവരും കയറിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ ആർക്കും കൂടി അനുവാദം കിട്ടി? അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു അനുവാദം കിട്ടി. അദ്ദേഹം ഉള്ളിൽ കയറി ഉടനെ അളാമല്ലേ, അദ്ദേഹം മാത്രം മറ മാറ്റി നേരെ ഐഷാ ബീവിയുടെ അടുക്കലേക്ക് പോയി കെട്ടിപ്പിടിച്ചു പൊട്ടിക്കരഞ്ഞു. മഹദി, ഇനി എനിക്ക് സഹിക്കാൻ പറ്റൂല, ഇനി എന്നോട് മിണ്ടാണ്ടിക്കല്ലേ, എന്നോട് മിണ്ടണേ, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി, അങ്ങ് ഞങ്ങളുടെ ഉമ്മയാണ്, എന്നോട് മിണ്ടാതിരിക്കല്ലേ,
ഈ സമയത്ത് പുറത്ത് നിന്ന് മിസ്വർ റഹിമുള്ളയും അബ്ദുറഹ്മാൻ റഹിമുള്ളയും അവരും ഐഷ ബീവിയോട് കുറെ കെഞ്ചി പറയാൻ തുടങ്ങി. അവർ റസൂലുള്ളാഹിന്റെ ഒരു ഹദീസ് ഓർമ്മിപ്പിച്ചു, ലാ യഹ്ലു ലിമുസ്ലിമിൻ അൻ യഹ്ജുറ അഖാഹു ഫൗക സലാസ്. ഒരു മുസ്ലിമായ സഹോദരന് തന്റെ സഹോദരനോട് 3 ദിവസത്തിൽ കൂടുതൽ മിണ്ടാതിരിക്കാൻ പാടില്ല എന്ന ഹദീസൊക്കെ ഓർമ്മിപ്പിച്ചു. അങ്ങനെ അവസാനം കെഞ്ചിയപ്പോൾ അവരും കരയാൻ തുടങ്ങി. പൊട്ടി പൊട്ടി അവരും കരഞ്ഞു, ഞാൻ നിനക്ക് മാപ്പാക്കി മോനെ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സത്യം ചെയ്തിട്ടുണ്ട്, ഒരു നേർച്ച ചെയ്തിട്ടുണ്ടല്ലേ, ആ നേർച്ചയെ തെറ്റിച്ചിട്ടില്ലേ, അതിന് കഫാറയായിട്ട് ഒരടിമയെ മോചിപ്പിക്കണം. പക്ഷേ ഐഷ ബീബി റളിയല്ലാഹു അൻഹ അതിന് കഫാറയായിട്ട് 40 അടിമകളെ മോചിപ്പിച്ചു. 40 അടിമകളെ മോചിപ്പിച്ചു. എന്നിട്ട് ഒരു താബിയ പറയാ, അതിനുശേഷം ഈ ഐഷ ബീവി എപ്പോഴൊക്കെ തൻ്റെ ഈ നേർച്ചയെപ്പറ്റി ആലോചിച്ചോ, എപ്പോഴൊക്കെ അത് ഓർമ്മ വരുമോ, അപ്പോഴൊക്കെ തൻ്റെ തട്ടം നനയുമാറ് തരത്തിൽ പൊട്ടി 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 കരയുമായിരുന്നു. ഞാൻ ചെയ്തത് റസൂലുള്ളാഹിന്റെ ഒരു ഹദീസിൽ വന്ന കാര്യത്തിനെതിരായിപ്പോയി, എൻ്റെ സഹോദരപുത്രനോട് ഞാൻ മിണ്ടാതിരിക്കും എന്ന രീതിയിലായിപ്പോയി ഞാൻ നേർച്ച ചെയ്തത് എന്നാലോചിച്ച് തട്ടം നനയുമാറ് തരത്തിൽ അവർ പൊട്ടി 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 കരയുമായിരുന്നു. ഇതാണ് അവരുടെ ദീൻ, തഖ്വ, സകാത്ത്, സദഖ, നമസ്കാരം, നോമ്പ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ദീൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ വിജയിക്കൂ. സാധാരണ നമ്മൾ പറയാറുണ്ട് ദുനിയാവിൻ്റെയും ആഖിറത്തിലെയും വിജയം വെച്ചിരിക്കുന്നത് ദീനനുസരിച്ചുള്ള ജീവിതത്തിലാന്ന് പറയാറുണ്ട്. നമുക്കെല്ലാവർക്കും ഉറപ്പാണ് ആഖിറത്തിൽ വിജയിക്കണമെങ്കിൽ എന്ത് വേണം? ദീനനുസരിച്ച്. പക്ഷെ ദുനിയാവിലും വിജയിക്കണമെങ്കിൽ ദീനനുസരിച്ചിട്ടുള്ള ജീവിതം വേണം. അതിപ്പോഴും നമുക്ക് യഖീനായിട്ടില്ല. നമ്മളുടെ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകണമെങ്കിൽ, ഐക്യം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ മനസ്സുകൾ തമ്മിൽ യോജിക്കണം. കണ്ടോ, ഈ റസൂലുള്ളാഹിന്റെ ഐഷാന്റെ ബീവിയിൽ ഇത്രയും നല്ല ഐക്യം ഉണ്ടായത് റളിയല്ലാഹു അൻഹു അവരുടെ ഇടയിൽ ദീൻ ഉണ്ടായത് കൊണ്ടാണ്. ഐഷ ബീവി ദീനിയായ മേഖലയിൽ ഉയർന്ന അവസ്ഥയിലായതുകൊണ്ടാണ്. അപ്പം നമ്മളും ഇതേപോലെ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ദീനിയായ ജീവിതത്തിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിനും നമ്മൾ തയ്യാറാകരുത്. നമ്മൾ ദീനിയായ ജീവിതത്തിൽ പെർഫെക്റ്റ് ആയിരിക്കണം. നമ്മളും പെർഫെക്റ്റ് ആയിരിക്കണം, നമ്മുടെ ഭാര്യയും പെർഫെക്റ്റ് ആയിരിക്കണം. ഭാര്യയും ഭർത്താവും ദീനിയായ ജീവിതത്തിൽ പെർഫെക്റ്റ് ആകുമ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉൽഫത്തും മഹബത്തും. കാരണം എപ്പോഴാണ് നമുക്ക് ദാമ്പത്തിക സുഖം ഉണ്ടാകുന്നത്? മാരീഡ് ലൈഫ് സക്സസ് ആകുന്ന എപ്പോഴാണ്? മനസ്സുകൾ തമ്മിൽ യോജിക്കുമ്പോഴല്ലേ. മനസ്സുകൾ ആരുടെ പിടിയില്ല? നമുക്ക് പൈസ കൊടുത്തിട്ട് ഭാര്യൻ്റെ മനസ്സ് ശരിയാക്കാൻ പറ്റുമോ? നമുക്ക് കുറേ സാധനങ്ങൾ വാങ്ങിക്കൊടുത്തിട്ട് ശരിയാക്കാൻ പറ്റുമോ? ഇല്ല. അത് ദീനുണ്ടാവുമ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സിനിടയിൽ യോജിപ്പിടുക. അപ്പോൾ ഐഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ചരിത്രം തൽക്കാലം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അവസാനമായിട്ട് നമുക്ക് കിട്ടുന്ന പാഠം, നമുക്ക് അവരുടെ ജീവിതത്തിലൂടെ നൽകുന്ന സന്ദേശം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കഷ്ടപ്പെട്ട് ദീനുണ്ടാക്കിക്കോ. ദീനുണ്ടാക്കിയാൽ ബാക്കി എല്ലാ സൗകര്യങ്ങളും എല്ലാ സന്തോഷങ്ങളും എല്ലാ സുഖങ്ങളും ആര് കൊണ്ടുതരും? അള്ളാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുതരും. അള്ളാഹു അത്തരത്തിലുള്ള ജീവിതമാക്കി നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെല്ലാവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല ദീനുള്ളവരായി ജീവിപ്പിക്കുകയും ദീനുള്ളവരായി മരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. അവസാന ഖിയാമത്ത് നാളിൽ ഈ മഹത്തുക്കളുടെ കൂടെ ഒന്നിച്ച് അവരെ കണ്ട് കൺകുളിർത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലം വബാറക അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനകല്ലാഹി വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.